ആധുനിക ലോകത്തിൽ ബൈബിളിൻ്റെ വിശ്വാസ്യത എന്ന ഈ സെമിനാറിൻ്റെ ആദ്യത്തെ സെഷനിൽ സെക്കുലർ ചരിത്രകാരന്മാർ ഒരു പുരാതന രേഖയുടെ ആധികാരികതയും വിശ്വസനീയതയും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന 5 ക്രൈറ്റീരിയകളിൽ ഒരെണ്ണമാണ്. ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യത പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധനയുടെ ഫലം ബൈബിളിന് അനുകൂലമായിട്ടാണ് വന്നതെന്ന് നമ്മൾ കാണുകയുമുണ്ടായി. ഈ സെഷനിൽ തുടർന്നുള്ള 4 ക്രൈറ്റീരിയകൾ കൂടെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ക്രൈറ്റീരിയ അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ചരിത്രപരമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന ഒന്നിലധികം സ്വതന്ത്രമായ ഉത്ഭവസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു സംഭവം ഒന്നിലധികം പേര് സാക്ഷ്യപ്പെടുത്തും, ഒന്നിലധികം ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. ചരിത്രത്തിൽ നടന്ന ഒരു സംഗതിയെക്കുറിച്ച് ദൃക്സാക്ഷികളായ ആളുകളോ അല്ലെങ്കിൽ സമകാലീനരായ ആളുകളോ എത്രത്തോളം കൂടുതൽ ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അത്രത്തോളം അതിന് വിലയുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു PhD തീസിസ് ചരിത്രത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് 1921 മലബാർ ലഹള എന്നുള്ള വിഷയം, ആ വിഷയത്തിനെ ആസ്പദമാക്കി ധാരാളം തീസിസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തീസിസുകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പത്രവാർത്തകൾ, അന്നത്തെ ആ കാലത്ത് വന്ന പത്രവാർത്തകൾ, പത്രത്തിൽ വന്ന ഈ ലഹളയെ സംബന്ധിച്ചുള്ള വാർത്തകൾ, പിന്നെ ഗവൺമെൻറ് രേഖകൾ, കോടതി രേഖകളോ അല്ലെങ്കിൽ പോലീസ് റെക്കോർഡുകൾ അല്ലെങ്കിൽ സർക്കാർ ഇറക്കിയിരിക്കുന്ന എന്തെങ്കിലും രേഖകൾ, അങ്ങനെയുള്ളത്, പിന്നെ അക്കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ അവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഡയറി കുറിപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ, ഇതെല്ലാം റെഫറൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസുകൾ ഇത്രത്തോളം കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? തങ്ങൾ ഈ തീസിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവനയിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, സത്യമായതാണ്. ഇതിനെ തെളിയിക്കുന്ന രേഖകൾ ഇന്ന ഇടങ്ങളിൽ നിന്ന് അവർ നോക്കി വായിച്ചിട്ട് അതിനെ റെഫറൻസ് കൊടുക്കുക, ആ സംഗതി റെഫറൻസായിട്ട് കൊടുക്കുകയാണ്. സംശയമുള്ള ഏതൊരാൾക്കും പോയിട്ട് ഈ രേഖകൾ പരിശോധിച്ച് നോക്കാം, അതവിടെ ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് ബൈബിളിൻ്റെ കാര്യത്തിലും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അത് ബൈബിളിലെ എഴുത്തുകാർ മാത്രമല്ല വേറെ ആൾക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സംഭവം വേറെ ആളുകളുടെ രേഖകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളിലെ എഴുത്തുകാർ പലരും അതിനെ കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ റെഫറൻസായിട്ട് വയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ബൈബിൾ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് വേറൊരിടത്തും വേണ്ട, ബൈബിളിനകത്തുണ്ടെങ്കിൽ നമുക്കത് വിശ്വാസ്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 17:17 പറഞ്ഞു, നിൻ്റെ വചനം സത്യമാകുന്നു, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ അത് കർത്താവ് പറഞ്ഞിരിക്കെ, കള്ളം പറയാത്ത, ബോഷ്ക്ക് പറയാത്ത കർത്താവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കെ ഇത് സത്യമായത് തന്നെയാണ് ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അക്കാദമിക് ലോകത്തേക്ക് പോകുമ്പോൾ, പണ്ഡിതന്മാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു കാര്യങ്ങൾ നോക്കുന്നത്. വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വസ്തുതകളെ അവർ പരിശോധനാ വിധേയമാക്കും. ആ വിശ്വാസത്തിന് നമ്മൾ ആധാരമായിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണോ അതെല്ലാം അവർ പല ക്രൈറ്റീരിയ ഉപയോഗിച്ച് അവർ പരിശോധനാ വിധേയമാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെ ഒരു പരിശോധനാ വിധേയമാക്കും. അപ്പോൾ അങ്ങനെ പരിശോധനാ വിധേയമാക്കുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ് എന്ന് തെളിയിക്കുവാൻ ആവശ്യമായ തെളിവുകളും ദൈവം നൽകിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം റെഫറൻസുകൾ ഈ എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്കറിയില്ല ഭാവിയിൽ ഇങ്ങനെ ആൾക്കാർ വന്നത് പരിശോധനാ വിധേയമാക്കുന്നൊന്നും അറിയൊന്നുമില്ല. അവർ അന്നത്തെ ആ വായനക്കാർക്കാണ് ഈ തെളിവ് കൊടുക്കുന്നത്. പക്ഷെ ദൈവത്തിനറിയാലോ, സർവജ്ഞാനിയായ ദൈവത്തിനറിയാം പിൽക്കാലത്തുള്ളവർ വന്നത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ അതിന് തെളിവുകൾ കൊടുക്കേണ്ടതുണ്ടെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു ബൈബിളിൽ പലയിടത്തും ഉള്ള ഒരു പ്രയോഗം, ഇന്നുവരെയും എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. എഴുത്തുകാരൻ, ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഒരു സംഗതിയെക്കുറിച്ച് എഴുതിയിട്ട് പറയും അത് ഇന്ന പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറെ പുസ്തകത്തിനെ റെഫർ ചെയ്യുന്നുണ്ട്. ഇന്ന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന സംഗതി എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെ പറയുമ്പോൾ
സംശയമുള്ളവർക്ക് അവിടെയും പോയി പരിശോധിച്ച് നോക്കാം, ആ പുസ്തകത്തിലും ഇത് കാണും. എന്ന് വെച്ചാൽ ഇത് ഞാൻ മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് സത്യമാണെന്നുള്ളതിന് തെളിവ് വേറെ ആൾക്കാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചരിത്രകാരന്മാരുടെ ക്രൈറ്റീരിയ, ഒരു സംഗതി, ചരിത്രത്തിൽ നടന്നൊരു സംഗതി ഒന്നിലധികം ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ ആ ക്രൈറ്റീരിയ നമ്മൾ കാണുമ്പോൾ ബൈബിളിൽ എഴുത്തുകാർ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ബൈബിളിൽ വേറെ പുസ്തകങ്ങളുടെ പേരുകൾ കാണുന്നുണ്ടല്ലോ, ആ പുസ്തകങ്ങൾ അതൊക്കെ എവിടെ പോയി? യഹോവയുടെ യുദ്ധപുസ്തകം എന്ന് നമ്മൾ കാണുന്നുണ്ട് സംഖ്യാപുസ്തകത്തിൽ, യഹോവയുടെ യുദ്ധപുസ്തകം, ശൂരന്മാരുടെ പുസ്തകം, അങ്ങനെയൊക്കെയുള്ള ഓരോ പുസ്തകങ്ങളുടെ പേര്. അപ്പോൾ അതൊക്കെ എവിടെ? അതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ അവരുടെ വാദമനുസരിച്ച് ഇതെല്ലാം ബൈബിളിൽ കാണേണ്ടതാണ്, ഈ പുസ്തകങ്ങളെല്ലാം ബൈബിളിൽ കാണേണ്ടതാണ്, ഇത് ദൈവവചനമായിട്ട് ഇതിനകത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വന്തം വചനം സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിച്ചില്ല. ഇതൊക്കെയാണ് അവർ പറയുക, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബൈബിളിനകത്തുള്ളത്, ഇതിനകത്തുള്ള പുസ്തകങ്ങൾ ദൈവശ്വാസീയമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമേ ദൈവവചനമാകുന്നുള്ളൂ, ബൈബിളിനകത്ത് വന്നിട്ടുള്ളൂ. ദൈവശ്വാസീയമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയിരിക്കുന്ന സംഗതികൾ. ഇപ്പോൾ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ നോക്കിയാൽ അവർ ആ പുസ്തകം മാത്രമല്ല വേറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ മത്തായി അല്ലെങ്കിൽ മർക്കോസ്, അവർ ഈ സുവിശേഷം മാത്രമല്ല എഴുതിയിട്ടുണ്ടാവുക, അവർ സ്നേഹിതന്മാർക്ക് ചിലപ്പോൾ കത്തുകൾ അയച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ എഴുതിയ സാധനമൊന്നും ഇതിനകത്ത് വരില്ല, കാരണം അതൊന്നും ദൈവശ്വാസീയമായി എഴുതപ്പെട്ടതല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ പൗലോസ് ലേഖനങ്ങൾ എഴുതി, അദ്ദേഹം വ്യക്തിപരമായിട്ട് എഴുതിയ ലേഖനം നമുക്കറിയാം, തിമത്യോസിനും തീത്തോസിനും ഫിലമോനും, അതൊക്കെ വ്യക്തികൾക്ക് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ആ വ്യക്തികൾക്ക് മാത്രമല്ല വേറെ സ്നേഹിതന്മാർക്കും എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊന്നും ഇതിനകത്ത് പറഞ്ഞതിൻ്റെ കാരണം അത് ദൈവശ്വാസീയമായിട്ട് എഴുതിയതല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം എഴുതിയിരിക്കുന്നു, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ ഒരിക്കലും ബൈബിളിനകത്ത് വരില്ല. ബൈബിളിൽ ആ പുസ്തകങ്ങളുടെ പേരുകളുണ്ട് എന്ന് കരുതി അത് ദൈവാത്മനിയോഗത്താൽ എഴുതപ്പെട്ടതല്ല, ദൈവശ്വാസീയമായി എഴുതപ്പെട്ടതല്ല. ആ വ്യക്തികൾ, ദൃക്സാക്ഷികളായ ആൾക്കാർ നടക്കുന്ന സംഭവം, അവിടെ നടന്ന സംഭവം അവർ രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ ഈ ബൈബിളിലെ പുസ്തകം എഴുതുന്ന ആൾക്കറിയാം ഇത് വേറൊരിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ റെഫറൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവശ്വാസീയമല്ലാതെ എഴുതുന്ന പുസ്തകങ്ങൾ അത് ഇതിനകത്ത് വരില്ല എന്നുള്ളതിന് തെളിവ് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു തെളിവ് പറയാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അവിടെ ഈ ശൗലിനെ രാജാവായിട്ട് ഇസ്രായേൽ ജനം പറയുകയാണ്, തങ്ങൾക്കൊരു രാജാവിനെ വേണം, ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഉള്ളതുപോലെ ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞ് ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. രാജാവിനെ കൊടുത്തോ, അങ്ങനെ ശൗലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ശൗലിനെ തിരഞ്ഞെടുത്ത ആ കാര്യമാണ് 10-ാം അധ്യായത്തിന് 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതിൻ്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്, രാജാവ് എങ്ങനെയാണ് ഭരിക്കുക, രാജ്യം ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രാജ്യധർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം അവിടെ നമ്മൾ വായിക്കുന്നത് അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു എന്നാണ്. ശമൂവേൽ നമുക്കറിയാം ദൈവവചനം എഴുതിയിട്ടുള്ള ആളാണ്, പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവവചനം അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ബൈബിളിലുള്ള 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ശമൂവേലാണ് എന്ത് ചെയ്യുന്നത്, ഈ രാജധർമ്മത്തെക്കുറിച്ചുള്ള, രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധി വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ രാജധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ കാര്യം ഇതവിടെ പുസ്തക രൂപത്തിൽ എഴുതി വെച്ചു. ആ പുസ്തകം ബൈബിളിലുണ്ടോ? ഉണ്ടോ? അത് ബൈബിളിലില്ല. ശമൂവേലും ദൈവവചനം എഴുതിയിട്ടുള്ളതാണ്, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പുസ്തകം ഇല്ല. ഇത് നമുക്കറിയാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 20 വരെയുള്ള ഭാഗത്ത് രാജധർമ്മത്തെക്കുറിച്ചാണ് മോശെ പറയുന്നത്. ന്യായപ്രമാണത്തിലുള്ളതാണ്. ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായാൽ അവൻ എങ്ങനെയായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്,
അവൻ അധികം ഭാര്യമാരെ എടുക്കരുത്, അനവധി കുതിരകളോ രഥങ്ങളോ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് രാജധർമ്മമുണ്ട്. ഒരു പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ശമൂവേൽ വ്യാഖ്യാനിച്ചു കൊടുത്തതായിരിക്കും. ഇപ്പോൾ നമ്മൾ സഭയിലൊക്കെ ദൈവവചനം സംസാരിക്കുന്ന പോലെ ഒരു വേദഭാഗത്തെ വെച്ച് പ്രസംഗിക്കുന്ന പോലെ ശമൂവേൽ അതിനെ ബേസ് ചെയ്ത് പ്രസംഗിച്ചതായിരിക്കും. ആ പ്രസംഗമായിരിക്കും അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പരിശുദ്ധാത്മ നിയോഗപ്രകാരം എഴുതപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ബൈബിളിനകത്തേക്ക് വന്നില്ല. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. പ്രവാചകന്മാരെഴുതിയതാണെന്ന് ഒരിക്കലും അവർക്ക് ആ സമയത്ത് പരിശുദ്ധാത്മ നിയോഗം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടതാണെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് വരികയുള്ളൂ. അല്ലാത്ത കാലത്തോളം അത് അവരുടെ അഭിപ്രായമായിട്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം പലരും ഇത്തരം പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു വരാറുണ്ട്, ഈ പുസ്തകമൊക്കെ എവിടെ പോയി, ഇതൊക്കെ ബൈബിളിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ദാവാ പ്രവർത്തകർ ചോദിക്കാറുള്ളതാണ്, ഇതൊക്കെ ബൈബിളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളെ മനസ്സിൽ ഈ കാര്യം വേണം, അത് പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത് ദൈവവചനമായി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സംഖ്യാപുസ്തകം, അത്തരം പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണ് ഇനി റെഫർ ചെയ്യുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനക്കരെ പാളയമിറങ്ങി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിറാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർണോൻ താഴ്വരകളും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മോവാബിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചെരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് സംഖ്യാപുസ്തകത്തിൽ മോശ പറയുകയാണ്. അപ്പോൾ മോശയുടെ കാലത്ത് യഹോവയുടെ യുദ്ധപുസ്തകം എന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അക്കാലത്ത് അങ്ങനൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിനകത്ത് ഈ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിൻ്റെ അതിരാണ് അർണോൻ എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രേഖപ്പെടുത്തി വെച്ച കാര്യം മോശ അത് പറയുമ്പോൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമായതാണ്. ഈ പറയുന്ന പ്രസ്താവന സത്യമാണ്. അത് സത്യമാണെന്നറിയാൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം, യഹോവയുടെ യുദ്ധപുസ്തകം എന്നുള്ള ആ പുസ്തകം പരിശോധിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതൊരു കവിതാരൂപത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്ന് മോശ ഉദ്ധരിക്കുകയാണ്. ഇനി യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നാൽ, യോശുവയുടെ പുസ്തകത്തിലും ഇതേപോലെ നമ്മൾ കാണുന്നുണ്ട്. 10-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അത് നേരത്തെ രാവിലെ സഹോദരൻ ചോദിച്ചതാണ്. ആകാശത്ത് സൂര്യൻ ഒരു ദിവസം നട്ടുച്ച ആയിട്ട് അങ്ങനെ തന്നെ നിന്ന സംഭവമാണ്. യോശുവ 10:13-14. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആകാശമധ്യത്തിൽ സൂര്യൻ ഒരു ദിവസം അസ്തമിക്കാതെ നിന്നു എന്നുള്ള കാര്യം യോശുവ എഴുതുമ്പോൾ യോശുവ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. ആകാശമധ്യത്തിൽ സൂര്യനൊക്കെ അങ്ങനെ തന്നെ അസ്തമിക്കാതെ കുറേ നേരം നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇസ്രായേലിനകത്ത് മാത്രം അനുഭവവേദ്യമാകുന്നതല്ല. ആ പ്രദേശത്ത് മുഴുവൻ, ആ സമയത്ത് പകലായിരിക്കുന്ന ഭൂമിയുടെ ആ ഭൂഭാഗം മുഴുവൻ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ യോശുവയ്ക്ക് അറിയാവുന്ന ഒരാളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു പുസ്തകത്തിനകത്ത് അതുണ്ട്. അതാണ് യോശുവ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. യോശുവ പറയുന്നത് ശൂരന്മാരുടെ പുസ്തകത്തിലും അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. ഇതേപോലെ തന്നെ വേറെ ഒരെണ്ണമുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. കർത്താവിനെ ക്രൂശിച്ച സമയത്ത് നമുക്കറിയാം ഇരുട്ടുണ്ടായി, 3 മണിക്കൂറോളം നേരം ഇരുട്ടുണ്ടായി. അപ്പോൾ ആ ഇരുട്ടിനെ കുറിച്ച് ഗ്രീക്ക് വാനനിരീക്ഷകർ എഴുതിയിട്ടുണ്ട്. താലസും ഫ്ലഗോനും 2 പേരതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് സൂര്യഗ്രഹണം ഉണ്ടായി എന്നാണ്, സൂര്യഗ്രഹണം സംഭവിച്ചു അത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അതിന് മറുപടി പറയുമ്പോൾ അത് പൗർണമി ദിവസമായിരുന്നു അന്ന്, പൗർണമി ദിവസത്തിൽ ഒരിക്കലും സൂര്യഗ്രഹണം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് അത് സാധാരണ ഒരു ഗ്രഹണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, അഭൗമികമായ ഒരു പ്രതിഭാസമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ എതിർക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ താലസും ഫ്ലഗോനും എഴുതിയ ആ പുസ്തകം ഇന്നില്ല, അതില്ല. എന്നാൽ അതിനെതിരായിട്ട് നമ്മുടെ ആൾക്കാർ എഴുതിയ പുസ്തകം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്നാണ് നമുക്ക് പിടികിട്ടുന്നത് ഇങ്ങനൊരു വാദവുമായിട്ട് ഇത് സൂര്യഗ്രഹണമാണെന്നും പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ വന്നിരുന്നുവെന്നും പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും അതിന് നമ്മുടെ ആൾക്കാരും മറുപടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയുടെ ഒരു ഭാഗം മുഴുവനുള്ള ആൾക്കാർക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞതും യോശുവയ്ക്ക് അറിയാവുന്ന ഒരു റെഫറൻസ് യോശുവ നൽകുകയാണ്.
ഇത് ഞാൻ മാത്രം എഴുതുകയല്ല, ഇത് നടന്ന സംഭവമാണ്. ശൂരന്മാരുടെ പുസ്തകത്തിലും ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പുസ്തകം റെഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. അവിടെ ശൗലും യോനാഥാനും മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് വിലാപഗീതം ചൊല്ലുന്നുണ്ട്. അതിനെപ്പറ്റിയാണ്. അനന്തരം ദാവീദ് ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ദാവീദ് പഠിപ്പിച്ച ഈ വിലാപഗീതം, ശൗലിനെയും യോനാഥാനെയും കുറിച്ചുള്ള ഈ വിലാപഗീതം, അത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് വേറെ പുസ്തകത്തിൽ അത് രേഖയാക്കി വന്നിട്ടുണ്ട്. മറ്റൊരു പുസ്തകത്തിലും കൂടി ഉണ്ട്. അപ്പോൾ അത് ദാവീദ് മാത്രമല്ല അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, വേറൊരിടത്തുകൂടെ അതുണ്ട്. ഇനി ദിനവൃത്താന്ത പുസ്തകം, 2-ാം ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവാചകത്തിലും നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിനെ പറ്റിയുള്ള ഇദ്ദോദർശകൻ്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ നമുക്കറിയാം ഇസ്രായേലിലെ രാജാവായിരുന്നു. അക്കാലത്തെ പ്രസിദ്ധനായ വ്യക്തിയാണ്. സ്വാഭാവികമായ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത്ര ആളുകൾ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പറയുന്നത്. ശലോമോനെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ മാത്രമല്ല, ബൈബിളിന് പുറത്തും ശലോമോനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തത്തിലും അതുപോലെ അഹിയാവിൻ്റെ പ്രവാചകത്തിലും നെബോത്തിൻ്റെ മകനായ യൊരോബെയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകൻ്റെ ദർശനങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാൾ മാത്രമല്ല ശലോമോനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, വേറെയും സമകാലീനമായ റിപ്പോർട്ടുകളുണ്ട്. ഇനി 2 ദിനവൃത്താന്തം 12-15. രഹബെയാമിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ശമയ്യ പ്രവാചകൻ്റെയും ഇദ്ദോ ദർശകൻ്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. രഹബെയാമിനെക്കുറിച്ച്, ഇസ്രായേലിലെ രാജാവായിരുന്ന രഹബെയാമിനെക്കുറിച്ച് ശമയ്യ പ്രവാചകൻ്റെയും ഇദ്ദോ ദർശകൻ്റെയും വൃത്താന്തങ്ങളിലുണ്ട്. അപ്പോൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ മാത്രമല്ല, വേറെയും അതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. 2 ദിനവൃത്താന്തം 13-22. അബിയാ രാജാവിനെ കുറിച്ചുള്ളത്. അബിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകൻ്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദോ പ്രവാചകൻ ഒരു ചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്, രാജാക്കന്മാരുടെയൊക്കെ ചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ചരിത്ര പുസ്തകത്തിൽ അബിയാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഉണ്ടെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇന്ന് രാജാക്കന്മാർ 11-41. ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ ജ്ഞാനവും ശലോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. ശലോമോൻ്റെ വൃത്താന്ത പുസ്തകം, ഡയറി കുറിപ്പുകൾ, അല്ലെങ്കിൽ ശലോമോനെക്കുറിച്ച് കൊട്ടാരത്തിൽ ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിൻ്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകൻ്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിൻ്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ദിനവൃത്താന്തകാരൻ പറയുകയാണ്, ദിനവൃത്താന്തകാരനും ദാവീദിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഇത് വേറെ സ്ഥലത്തുമുണ്ട്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം, അത് നമുക്കറിയാം, ബൈബിളിൽ തന്നെയുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകം ദൈവാത്മ നിയോഗത്താൽ എഴുതിയതായതുകൊണ്ട് അത് ബൈബിളിനകത്ത് ദൈവവചനമായിട്ട് ഇടം പിടിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ലാതെ നാഥാൻ പ്രവാചകൻ്റെ പുസ്തകത്തിലും അതുപോലെ ഗാദിൻ്റെ പുസ്തകത്തിലും അവർ രണ്ടുപേരും ദാവീദിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറെ സോഴ്സുകളുണ്ട് ദാവീദിനെക്കുറിച്ച് അറിയാൻ എന്നാണ് പറയുന്നത്. 2 ദിനവൃത്താന്തം 27-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യോഥാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല യുദ്ധങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, ദിനവൃത്താന്തകാരൻ പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് ബൈബിളിൽ തന്നെ ഉള്ളതാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് നമ്മളത് കാണുന്നുമുണ്ട്. അപ്പോൾ ദിനവൃത്താന്തകാരൻ അത് പറയുന്നു, ദിനവൃത്താന്തകാരൻ എഴുതുന്നു. അപ്പോൾ തന്നെ ഇത് അവരുടെ ആ രാജകൊട്ടാരത്തിലെ രേഖകളിലും ഇതുണ്ട് എന്ന് പറയുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. അവിടെ യഹോശാഫാത്തിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യേഹൂവിൻ്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹൂ ഒരു പ്രവാചകനാണ്. യഹോവയുടെ അരുളപ്പാട് യേഹൂവിനെ ഉണ്ടായിരുന്നതായിട്ട് 1 രാജാക്കന്മാർ 16-1 നമുക്ക് കാണാം.
അപ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും ഒരു ചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ചരിത്ര പുസ്തകം ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. അവിടെ മനശ്ശെയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തൻ്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനയും ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിന് മുമ്പേയുള്ള അവൻ്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദിനവൃത്താന്തകാരൻ പറയുന്നു, ഇവിടെ മാത്രമല്ല വേറെ ഇടങ്ങളിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തെ മനശ്ശെയുടെ ഈ കൊള്ളരുതാത്ത കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ വേറെയും ഉണ്ട്. ഇനി എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എസ്തേർ 10:2 അവൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും, അവൻ്റെ എന്ന് പറയുന്നത് ഇവിടെ അഹശ്വേരോശ് രാജാവിനെ കുറിച്ചാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദെഖായിയെ ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലെയും പാർസ്യയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നയാൾ മൊർദെഖായിയാണ് അത് എഴുതിയതെന്ന് പൊതുവെ വിചാരിച്ചു വരുന്നു. അപ്പോൾ മൊർദെഖായി പറയുകയാണ്, ഈ ഇവിടെ മാത്രമല്ല, എസ്തേറിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല, ഇത് മേദ്യരുടെയും പാർസ്യരുടെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലുമുണ്ട്. കാരണം അത് ഇന്നത്തെ കാലത്തുമുള്ള കാര്യമാണ്. ഓരോ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കും, ഗവൺമെൻറ് റെക്കോർഡിലുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ഭരണാധികാരികളെ സംബന്ധിച്ച് എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഹാമാൻ, മന്ത്രിയായിരുന്ന ഹാമാനെ കൊന്നു, പകരം ആ സ്ഥാനത്തേക്ക് മൊർദെഖായി വന്നു, മൊർദെഖായിനെ ഉയർത്തി. അപ്പോൾ അത് ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരിതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. കാരണം കളിമൺ ഫലകങ്ങളെല്ലാം പലതും കിട്ടുമ്പോൾ, പല രാജകൊട്ടാരങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഉത്ഖനനം ചെയ്തെടുക്കുമ്പോൾ കളിമൺ ഫലകങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ആ രാജകൊട്ടാരത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ അവതരിപ്പിച്ചതിൽ സർഗോൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച്, സർഗോൻ യെശയ്യാവ് 20:1 പറയുന്നതാണ്. അപ്പോൾ സർഗോൻ ഒരു കാലത്ത് ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞിരുന്നത് സർഗോൻ എന്ന് പറഞ്ഞൊരാൾ ജീവിച്ചിരുന്നില്ല എന്നാണ്. സർഗോൻ എന്ന് പറഞ്ഞ വിവരം ഈ യെശയ്യാവ് 20:1 മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ഒറ്റൊരിടത്തും ഇല്ലാത്തതുകൊണ്ട് സർഗോൻ എന്ന് പറഞ്ഞൊരു രാജാവില്ല. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 8ാമത്തെ പതിപ്പിൽ എഴുതിയിരുന്നത് സർഗോൻ എന്നുള്ള ആ ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനൊരാൾ ജീവനോടെ ഇല്ല, ഇത് ബൈബിളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ, ബൈബിൾ എഴുത്തുകാർക്ക് പറ്റിയൊരു അബദ്ധമാണെന്നും പറഞ്ഞാണ് 8ാമത്തെ എഡിഷനിലുണ്ടായിരുന്നത്. പക്ഷേ 9ാമത്തെ എഡിഷൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്കവേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ ഉത്ഖനനത്തിൽ ഈ സർഗോൻ്റെ കൊട്ടാരമൊക്കെ കണ്ടെടുക്കപ്പെട്ടു. സർഗോൻ്റെ കൊട്ടാരം കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ധാരാളം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഇസ്രായേലിലെ രാജാക്കന്മാരെ കുറിച്ച്, യഹൂദ രാജാക്കന്മാരെ കുറിച്ചൊക്കെ ഉണ്ട്. അവിടുന്ന് സർഗോൻ വിജയം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ പോയി അവിടെ നിന്ന് ഇത്ര 1000 ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോന്നു. ഈ ഇസ്രായേലിൽ നിന്നൊക്കെ, ഇസ്രായേൽ എന്നല്ല, യഹൂദിയിൽ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് വന്ന കാര്യമൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് 9ാമത്തെ എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സർഗോൻ എന്നുള്ളതിൻ്റെ കീഴിൽ പേജുകളായിട്ട് എഴുതിയിരിക്കുകയാണ് സർഗോൻ ആരാണെന്നൊക്കെ. 8ാമത്തെ എഡിഷനിൽ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല. 9ാമത്തെ എഡിഷൻ വന്നപ്പോഴേക്കും അവർക്ക് മാറ്റി പറയേണ്ടി വന്നു. അതാണ് ഈ ലോകത്തിൻ്റെ ഗ്രന്ഥവും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിൻ്റെ പുസ്തകങ്ങൾ മാറ്റി എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും, മാറ്റി എഴുതേണ്ടി വരും. പക്ഷേ ബൈബിൾ ഒരിക്കലും അങ്ങനെ മാറ്റി എഴുതേണ്ടി വരില്ല. അതിലെന്ത് എഴുതിയിരിക്കുന്നോ അത് സത്യമാണെന്ന് കാലം പിന്നീട് തെളിയിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഇവിടെ മൊർദെഖായിയെ കുറിച്ചുള്ള ഈ കാര്യം, മൊർദെഖായി അത് പറയുന്നത് എസ്തേറിൻ്റെ ഈ പുസ്തകം, ഞാൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ മാത്രമല്ല, ഇത് പുറമേയുണ്ടെന്ന് പറയുന്നത് ചെറിയ ഏതെങ്കിലും ആൾക്കാരുടെ കാര്യമൊന്നുമല്ല, ഒരു സർക്കാർ രേഖകളിലുണ്ടെന്ന്, പുറമേയുള്ള രാജ്യങ്ങളിലെ രാജകൊട്ടാരത്തിലെ രേഖകളിലത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ ഇത്രയും ഈ തെളിവ് വച്ചതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ചരിത്രകാരന്മാർ വയ്ക്കുന്ന ആ ക്രൈറ്റീരിയ, ചരിത്രത്തിൽ നടന്നതായ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒന്നിലധികം ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആധികാരികതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ക്രൈറ്റീരിയ ബൈബിളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ വിജയിക്കുകയാണ്. ബൈബിള് വ്യക്തമായിട്ട് റെഫറൻസ് തരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പുസ്തകങ്ങൾ ഇന്നില്ല. അതാണ് പ്രശ്നം. ഈ പറഞ്ഞ യഹോവയുടെ യുദ്ധപുസ്തകമായാലും ശൂരന്മാരുടെ പുസ്തകമായാലും അതൊന്നും ഇന്നില്ല, നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അവർക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും ദൈവവചനമല്ലാത്തത് കൊണ്ട് ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നില്ല. ദൈവവചനം മാത്രമേ ദൈവം സംരക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മറ്റേ പുസ്തകങ്ങൾ കാലക്രമേണ അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ അത്
എഴുതുന്ന സമയത്ത് ആ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്, അതിനെ റെഫറൻസ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, വേറൊരു രീതിയിലും കൂടിയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ റിപ്പോർട്ട് വേറെ പുറമേക്കുള്ള റിപ്പോർട്ട് മാത്രമല്ല, അത് ബൈബിളിനകത്ത് തന്നെ ഒരു സംഭവം ഒന്നിലധികം പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കാണുന്ന കാര്യം പിന്നീട് ദിനവൃത്താന്ത പുസ്തകത്തിൽ വരുമ്പോൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സുവിശേഷങ്ങൾ തന്നെ എടുത്ത് നോക്കുക നിങ്ങൾ. സുവിശേഷം ഒരാളുടെ റിപ്പോർട്ടല്ലല്ലോ, ഒരാൾ എഴുതിയതല്ല, 4 എണ്ണം ഉണ്ട്. ഇതിനെ 4 എണ്ണം ഒരാൾ എഴുതിയത് പോരായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുദ്ധാനവും സ്വർഗാരോഹണവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റൊരാളെ കൊണ്ട് ദൈവത്തിന് എഴുതിച്ചാൽ പോരായിരുന്നു. അത് മതി, നമുക്ക് വിശ്വസിക്കാൻ അത് മതി. രക്ഷയ്ക്ക് ആവശ്യമായ അതിനകത്ത് ഉണ്ടാവുമായിരിക്കും, നമുക്കത് മതിയാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അക്കാദമിക് ലോകത്തൊക്കെ വന്ന് അവിടെ പരിശോധനാ വിധേയമാക്കുമ്പോൾ ഒരെണ്ണം പോരാ, ഒരെണ്ണം കൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനും വേണ്ടി കൂടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതൽ ആളുകളെ കൊണ്ട് ബൈബിളിലെ കാര്യങ്ങൾ നമുക്കിത് ആവർത്തനമൊക്കെ ആയിട്ട് തോന്നും, അവിടെ വായിച്ചത് തന്നെയാണല്ലോ ഇവിടെയും വായിക്കുന്നതെന്ന്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 ആളുകളാണ്. സ്വതന്ത്രമായ 2, അല്ലെങ്കിൽ സുവിശേഷങ്ങളാണെങ്കിൽ 4 പേരാണ്. സ്വതന്ത്രമായ 4 വിവരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞത് മറ്റേയാൾ പറയണമെന്നില്ല, അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിനോട് ചേർത്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ സ്വതന്ത്രമായ വിവരണങ്ങളാണ്. അല്ലാണ്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് എഴുതിയതല്ല. അങ്ങനെയാണെങ്കിൽ 4 പേര് എഴുതിയത് ഒരുപോലെ തന്നെ ഇരുന്നേനെ. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മൾ കാണുമ്പോൾ കുറേ വൈവിധ്യങ്ങളുണ്ട്. ഒരാൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇപ്പുറത്ത് കാണും. ചിലപ്പോൾ അയാൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞിട്ട് വേറെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഒരു സംഗതി ഒന്നിലധികം പേർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത വർദ്ധിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ക്രൈറ്റീരിയയും, ഒരു പുരാതന രേഖയുടെ ആധികാരികതയും വിശ്വസനീയതയും പരിശോധിക്കാൻ വേണ്ടി സെക്കുലർ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന ഈ ക്രൈറ്റീരിയ, അതായത് പുരാതനമായ ഒരു സംഭവത്തെക്കുറിച്ച് ഒന്നിലധികം പേർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്, അത് നമ്മൾ ബൈബിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിൾ അത് പാസ്സാകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിനി അടുത്തത്, രണ്ടാമത്തെ കാര്യം, ചരിത്രപരമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന ശത്രുക്കളുടെ സാക്ഷ്യം. ഒരു സംഭവം സാക്ഷ്യപ്പെടുത്തുന്നത് ആ വ്യക്തിയോട് അനുകമ്പയോ സ്നേഹമോ ഇല്ലാത്തവരും ആ സാക്ഷ്യം ആ വ്യക്തിക്ക് അനുകൂലവുമാണെങ്കിൽ അതിന് ആധികാരികതയുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നല്ലതേ പറയുള്ളൂ, അല്ലേ? നമുക്ക് അനുകൂലമായിട്ട് തന്നെ പറയുള്ളൂ. പക്ഷേ ശത്രുക്കൾ നമുക്ക് അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ അത് സംശയിക്കേണ്ടതില്ല. കാരണം ഒരു വിധത്തിൽ അവർ പറയാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അവർ പറയുന്നെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. അതേസമയം നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെക്കുറിച്ച് എഴുതി വെച്ചതാണെങ്കിൽ അത് നമ്മളല്പം സംശയത്തോടെയാണ് വീക്ഷിക്കുക, ഇത് സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കും. മറ്റേത് അങ്ങനെ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു സ്നേഹിതൻ്റെ സാക്ഷ്യത്തേക്കാൾ ശത്രുവിൻ്റെ സാക്ഷ്യത്തിന് ചരിത്രകാരന്മാർ അധികം വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ വെച്ചും നമുക്കിത് നോക്കാം. ഇതിൻ്റെ തെളിവ് ബൈബിളിനകത്ത് നമ്മൾ കാണുന്നത്, നേരത്തെ നമ്മളൊരു കാര്യം കണ്ടു, എസ്രായുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, എസ്ര 5:16. അങ്ങനെ ശേഷ്ബസർ വന്ന് യെരുശലേമിലെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു, അന്നു മുതൽ ഇന്ന് വരെ അത് പണിതു വരുന്നു, ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ രാവിലെ നോക്കിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ആ ദൈവാലയം പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കണം. ഈ പാർസി രാജാവായ കോരശിൻ്റെ കൽപ്പന പ്രകാരം യഹൂദർ, ബാബിലോണിൽ അടിമകളായിരിക്കുന്ന, പ്രവാസത്തിലിരിക്കുന്ന യഹൂദർ അവിടെ നിന്ന് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ തിരിച്ച് യെരുശലേമിലേക്ക് വരികയും പഴയ യഹൂദിയ രാജ്യത്തിലേക്ക് വരികയും ദൈവാലയം പണിയാൻ അവർ തുടങ്ങുകയും ചെയ്തപ്പോൾ എതിർപ്പുകളുണ്ടായി. ആ എതിർപ്പുകളെന്ന് പറയുന്നത് ആ സമയത്ത് അവിടെയുള്ള, പിൽക്കാലത്ത് ശമര്യർ എന്ന് പറയുന്ന ജനവിഭാഗമായി തീർന്ന ആളുകളാണ്. പുറമേ നിന്ന് വന്നവരാണ്. അവിടെ വന്നിട്ട് യഹോവയെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അവശേഷിച്ച ഇസ്രായേലരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടായതുമായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യഹോവയെയും ആരാധിക്കുന്നു, മറ്റ് അന്യദൈവങ്ങളെയും ആരാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇതിലാണുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് ദൈവാലയത്തിൻ്റെ പണിയിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് സെരുബ്ബാബേലിനോടും കൂട്ടരോടും. പക്ഷേ സെരുബ്ബാബേലും കൂട്ടരും നിരസിച്ചു. അവർ പറയും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ ഇത് പണിയുമെന്ന് പറയും. അതോടുകൂടി അവർ ശത്രുക്കളാവുകയും എങ്ങനെയെങ്കിലും ഈ ദൈവാലയം പണി നിർത്തിവെക്കാൻ, മുടക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട്. അവർ ജനത്തിൻ്റെ ധൈര്യം ക്ഷയിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിൻ്റെ കാലത്തൊക്കെയും പാർസി രാജാവായ
ദര്യാവേശിൻ്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോശിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദ്യയിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതി അയച്ചു. എസ്രാ 4-ാം അധ്യായം 4 മുതൽ 6 വരെ. പിന്നീട് ഈ അഹശ്വേരോശ് രാജാവിൻ്റെ കാലശേഷം അർത്തഷ്ഠ രാജാവ് ഭരിക്കുന്ന സമയം, ഈ അർത്തഷ്ഠ രാജാവിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു സുഖലോലുപനായ ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം നേരിട്ട് ഭരണത്തിലില്ല, രാജാവാണ്, പക്ഷേ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ കൂട്ടരെ ഏൽപ്പിച്ച് അങ്ങനെയാണ് വിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ കുറേ സ്വാധീനം ഉണ്ടായിരുന്നു. സോ എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇവരെ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പണി മുടങ്ങുകയാണ്. പിന്നെ ഏതാണ്ട് 16 വർഷക്കാലമാണ് അർത്തഷ്ഠ രാജാവിൻ്റെ കാലത്ത് മുടങ്ങിയിട്ട് പിന്നെ ദര്യാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ എന്ന് പറയുമ്പോൾ 16 വർഷക്കാലം ഈ പണി മുടങ്ങിക്കിടക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം അവസാനിക്കുന്നത്. അത് പറഞ്ഞിട്ടാണ് ദര്യാവേശിൻ്റെ 2-ാം ആണ്ട് വരെ ഇത് മുടങ്ങിക്കിടന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഹഗ്ഗായി പ്രവാചകനും അതുപോലെ സഖരിയ പ്രവാചകനും എഴുന്നേൽക്കുകയാണ്. ദൈവം അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 കൂട്ടരും പ്രവചിക്കുന്നു. ഈ 2 പ്രവാചകന്മാരും വന്ന് പ്രവചിക്കുകയും ആ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ ഒരു ഉത്സാഹഭരിതരായി തീർന്ന് ദൈവാലയം പണി ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവാലയം പണി ആരംഭിച്ച സമയത്ത് വീണ്ടും ശത്രുക്കൾ തലപൊക്കി വരുന്നു. പഴയതുപോലെ തന്നെ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിത് പണി തുടങ്ങുന്നത്? ഇത് മുടക്കാൻ രാജാവ് പറഞ്ഞതല്ലേ? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഇവരെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അർത്തഷ്ഠ രാജാവല്ല ഭരിക്കുന്നത്, ദര്യാവേശാണ്. ദര്യാവേശിൻ്റെ ആഴ്ചയുടെ 2-ാം ആണ്ടിലാണ് സഖരിയാവും ഹഗ്ഗായിയും പ്രവചിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്? യഹൂദ ജനത്തിൻ്റെ ശത്രുക്കൾ പണ്ട് അർത്തഷ്ഠ രാജാവിൻ്റെ കാലത്ത് പരാതി അയച്ചതുപോലെ തന്നെ ദര്യാവേശിനും പരാതി അയക്കുകയാണ് ഇവരെക്കുറിച്ച്. ആ പരാതിയുടെ പകർപ്പ് ബൈബിളിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. നദിക്കിക്കരെ ദേശാധിപതിയായ തത്നായിയും ശദർ ബോസ്നായിയും നദിക്കിക്കരെയുള്ള അഫർസ്യരായ അവരുടെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവിന് എഴുതി അയച്ച പത്രികയുടെ പകർപ്പ് അവർ അവന് ഒരു പത്രിക കൊടുത്തയച്ചു. അതിൽ എഴുതിയത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവ്വമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിപ്പാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അത് അവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു, ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു, അവർക്ക് സാധിച്ചും വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിയുവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവരുടെ ഇടയിൽ തലവന്മാരായ ആളുകളുടെ പേരുകളെ എഴുതി സന്നിധാനത്തിൽ അയക്കേണ്ടതിന് ഞങ്ങൾ അവരുടെ പേരും അവരോട് ചോദിച്ചു. എന്നാൽ അവർ ഞങ്ങളോട്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകുന്നു. ഏറിയ സംവത്സരം മുമ്പേ പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു. അത് ഇസ്രായേലിൻ്റെ ഒരു മഹാരാജാവ് പണിതതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന കൽദയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിച്ച് ജനത്തെ ബാബേലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബേൽ രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് ഈ ദൈവാലയം പണിയുവാൻ കൽപ്പന തന്നു. നെബൂഖദ്നേസർ യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത് ബാബേലിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വച്ചിരുന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ കോരശ് രാജാവ് ബാബേലിലെ ക്ഷേത്രത്തിൽ നിന്ന് അടുപ്പിച്ച് താൻ നിയമിച്ചിരുന്ന ശേഷ്ബസർ എന്നു പേരുള്ള ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോട്, ഈ ഉപകരണങ്ങൾ നീ എടുത്ത് യെരുശലേമിലെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെല്ലുക, ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് പണിയട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശേഷ്ബസർ വന്ന് യെരുശലേമിലെ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. അന്നു മുതൽ ഇന്നുവരെ അത് പണിതു വരുന്നു, ഇതുവരെ അത് തീർന്നിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആകയാൽ രാജാവ് തിരുമനസ്സായി യെരുശലേമിലെ ഈ ദൈവാലയം പണിയുവാൻ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാര ഗൃഹത്തിൽ ശോധന കഴിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. എസ്ര 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 17 വരെ. അപ്പോൾ ഈ പരാതി മനസ്സിലായല്ലോ. ഇവരിതിനു മുമ്പ് ഇതേപോലത്തെ പരാതി അർത്തഷ്ഠ രാജാവിൻ്റെ സമയത്ത് അയച്ചു. അർത്തഷ്ഠ രാജാവ് ആ സമയത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ കൈക്കൂലിയും കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ കൈക്കൂലിയൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ അർത്തഷ്ഠ രാജാവിനോട് വന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് അർത്തഷ്ഠ രാജാവ് ഈ പണി തുടരേണ്ടതില്ല, അത് നിർത്തിവെക്കാൻ പറഞ്ഞു. കോരശ് തുടങ്ങാൻ പറഞ്ഞ പണി അർത്തഷ്ഠ നിർത്തിവെപ്പിക്കുകയാണ്.
നിർത്തിവെപ്പിച്ചത് പിന്നെ പുനരാരംഭിക്കുന്ന സമയത്താണ് വീണ്ടും പരാതി അയക്കുന്നത്, പഴയതുപോലെ തന്നെ പരാതി അയക്കുന്നു. അപ്പോൾ അവിടെ അവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? യഹൂദന്മാർ ഈ പറഞ്ഞത്, ഇവർ ചരിത്രമാണ് പറയുന്നത്, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രമാണ്. ഇത് ഇസ്രായേലിലൊരു മഹാരാജാവ് പണിത ആലയമായിരുന്നു. ഞങ്ങളുടെ ആളുകൾ ദൈവവചനത്തേക്ക് വിട്ടു നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ദൈവം ബാബേൽ രാജാവ് നെബൂഖദ്നേസറിനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ചരിത്രമാണ്, നടന്ന കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയാണ് അതെല്ലാം സത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കണം, അവിടുത്തെ രേഖകളിൽ പരിശോധിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അയക്കുന്നത്, പരാതി അയക്കുന്നത്. അപ്പോൾ ഈ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാര്യാവേശ് രാജാവ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് കൽപ്പിക്കുന്നുണ്ട്. രാജഭണ്ഡാരഗൃഹത്തിലിരിക്കുന്ന രേഖകൾ അത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചതുണ്ടാവും. ഇപ്പോൾ നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, അവിടെ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി 2 ഷണ്ഡന്മാർ ശ്രമിക്കുന്നത് വായിച്ചിട്ടുണ്ടല്ലോ. 2 ഷണ്ഡന്മാർ ശ്രമിക്കും. ഈ ശ്രമിച്ച കാര്യം രാജാവിൻ്റെ സന്നിധിയിൽ പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്യും. പിന്നീട് ഒരു രാത്രി അഹശ്വേരോശ് രാജാവിന് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പുസ്തകം കൊണ്ടുവരാൻ പറയുന്നതും വായിക്കുന്നതും. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം മനസ്സിലാകുന്നത്, മൊർദെഖായിയാണ് അത് അറിവ് കൊടുത്തത് എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. അതുകൊണ്ടാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി പറയുന്നത് ഈ സംഭവം ഇവിടെ മാത്രമല്ല മേദ്യരുടെയും പാർസ്യരുടെയും രാജകൊട്ടാരത്തിൽ അവിടുത്തെ വൃത്താന്ത പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ദാര്യാവേശ് ഇങ്ങനെ കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് പരിശോധിച്ച് നോക്കുന്നു. ആ പരിശോധിച്ചിട്ട് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം 6-ാം അധ്യായത്തിൽ, എസ്രയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹമ്മദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നതെന്നാൽ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരുശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടും ഇടണം, അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം, വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം, ചെലവ് രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദൈവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ അതാതിൻ്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദൈവാലയത്തിൽ വയ്ക്കുകയും വേണം. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തത്നായിയെ ശെദർബോസ്നയെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദൈവാലയത്തിൻ്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദൈവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. ഈ ദൈവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിൻ്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവൻ്റെ വീട്ടിൻ്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവൻ്റെ വീട് അത് നിമിത്തം കുപ്പക്കുന്നാക്കി കളയുകയും വേണം എന്നും ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരുശലേമിലെ ദൈവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തൻ്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ദാര്യാവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു, ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇവരെഴുതി അയച്ച ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ദാര്യാവേശ് രാജാവ് അവിടുത്തെ ആ രേഖാശാലയിൽ പരിശോധന കഴിപ്പിച്ചപ്പോൾ, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരിശോധന കഴിപ്പിച്ചപ്പോൾ കിട്ടിയ വിവരം എന്തായിരുന്നു? ഇവരീ പറഞ്ഞ കാര്യമെല്ലാം സത്യമാണെന്നാണ്. പറഞ്ഞതെല്ലാം സത്യമാണ്. കോരശ് ഇങ്ങനൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട്, അതും സത്യമാണ്. അപ്പോൾ ഇത് സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാര്യാവേശിന് മനസ്സിലായി മുമ്പത്തെ അർത്ഥശ്ര രാജാവിനെ കൊണ്ട് ഇത് മുടക്കിപ്പിച്ചത് ഇവരാണ്. അതുകൊണ്ട് ഇനി അത് മുടക്കാനിടയാകരുത്. കാരണം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, രാജാവിനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇത് തന്നെയാണ് കോരശും പറയുന്നത്. കോരശിൻ്റെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്, സിലിണ്ടർ രൂപത്തിലുള്ള കളിമൺ ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനത്തെ വിട്ടയച്ചതിൻ്റെ കാര്യം അത് രാജാവിനോ യഹോവയോടുള്ള ഭക്തി കൊണ്ടല്ല, വാസ്തവത്തിൽ ഇവരുടെ രാജാവിനോട് ഇവരുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേൾക്കും എന്നുള്ളത് കൊണ്ട് രാജാവിനും രാജാവിൻ്റെ
മക്കൾക്കും ആയുരാരോഗ്യത്തിന് വേണ്ടി നിങ്ങളവിടെ പോയി ക്ഷേത്രം പണിത് അതിൽ ഹോമയാഗം കഴിക്കണമെന്നും പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. അത് സിലിണ്ടറുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ദാര്യാവേശിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, രാജാവിനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥന കഴിക്കേണ്ടതിന് അവിടെ ആലയം പണിയണം. അപ്പോൾ ഇവരത് തടസ്സം നിൽക്കും. അതുകൊണ്ട് നിങ്ങളാരും തടസ്സം നിൽക്കരുത്. ആരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കി കളയും, അവൻ്റെ വീട് കുപ്പക്കുന്നാക്കും, അവനെ അവിടെ കഴുമരത്ത് ആ വീട്ടിൽ നിന്ന് തന്നെ ഉത്തരം വലിച്ചെടുത്ത് അതുമേ തൂക്കിലിടും എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലാക്കണം, യഹൂദന്മാരോട് ഒരു മമതയും ഇല്ലാത്ത, യഹൂദന്മാരുടെ ശത്രുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് യഹൂദന്മാർക്കെതിരെ കൊട്ടാരത്തിനകത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ കൊട്ടാരം ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധന കഴിച്ചപ്പോൾ എന്താണ് കിട്ടുന്നത്? ഇവിടെ ഈ യഹൂദന്മാർ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ള തെളിവാണ് കിട്ടുന്നത്. രേഖാമൂലമുള്ള തെളിവ് അവിടെ നിന്ന് കിട്ടുന്നത്. ദാര്യാവേശിൻ്റെ കൊട്ടാരത്തിലെ രാജകീയ രേഖകളിൽ ഉള്ളത് ഇവർ പറഞ്ഞത് സത്യമാണെന്നാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയയും ബൈബിളിൻ്റെ കാര്യത്തിൽ ശരിയാവുകയാണ്. അതായത് ശത്രുക്കളുടെ സാക്ഷ്യം, എതിരാളികളായിരിക്കുന്നവരുടെ സാക്ഷ്യം, ആ സാക്ഷി ഇവർക്ക് അനുകൂലമാണ്, യഹൂദന്മാർക്ക് അനുകൂലമായതുകൊണ്ടാണ് ദാര്യാവേശ് അത്ര കർക്കശമായ വിധത്തിൽ പറയുന്നത്. യഹൂദന്മാരുടെ ഭാഗത്താണ് ന്യായം, അവർ പറയുന്നത് സത്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നത്. ചെറിയൊരു കാര്യമായിട്ടല്ലാതിരിക്കുന്നത്, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്ന ഒരു രേഖയുടെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടി അവർ നോക്കുന്ന ആ ക്രൈറ്റീരിയയിൽ ഈ കാര്യവും ശത്രുക്കളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ ഇവരോട് ഒട്ടും മമതയില്ലാത്ത, അനുകൂലമില്ലാത്ത, എതിർമനോഭാവമുള്ള ആൾക്കാരുടെ സാക്ഷ്യം നമുക്ക് അനുകൂലമായിട്ട് വരുന്നെങ്കിൽ അത് സത്യമാണെന്നുള്ളത്, അത് ഇവിടെ ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം, അമ്പരപ്പിക്കുന്നതോ വിഷമമുണ്ടാക്കുന്നതോ ആയ വിധമുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ചരിത്രപരമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നു. അതായത് നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനോ ഒരു ജനതയ്ക്കോ ദോഷമുണ്ടാക്കുന്ന, അവരുടെ ഇമേജ് പോകുന്ന, അവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യം അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അതൊരിക്കലും കള്ളമായിരിക്കില്ല. ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ളവരെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എഴുതി വയ്ക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ഇമേജ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കുമോ? ഒരിക്കലും ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി വയ്ക്കും. നാണക്കേടുണ്ടാക്കുന്നതായ സംഭവങ്ങൾ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വയ്ക്കും. അല്ലാതെ ഇല്ലാത്ത കാര്യം എഴുതി വയ്ക്കില്ല. ഉള്ളത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, ഉള്ളതേ എഴുതി വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ നോക്കിയാൽ അതിന് കൂടുതൽ റെഫറൻസ് നോക്കിപ്പോയാൽ ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് ഞാൻ റെഫറൻസുകളൊന്നും തരുന്നില്ല, ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഇവരുടെ ഈ ഇസ്രായേലിയരുടെ പിതാവ് ആയിട്ട് അവർ കാണുന്ന അബ്രഹാമാണ്, അല്ലേ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. കർത്താവിനോടും പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല എന്നൊക്കെ. ആ സമയത്ത് അവർ റോമക്കാർക്ക് ദാസന്മാരാണ്. റോമക്കാർ അടിമത്തത്തിലിരിക്കുമ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത് ഞങ്ങൾ ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. അതെന്തെങ്കിലും ആക്കട്ടെ, അതല്ല വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അബ്രഹാം അവർക്ക് വലിയ ആളാണ്. ആ അബ്രഹാമിന് വന്ന വീഴ്ച ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇല്ലേ? അബ്രഹാം ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. എന്നിട്ട് ഭാര്യനെ എന്തെന്നാ പറഞ്ഞേ? പെങ്ങളാന്ന് പറഞ്ഞു, സഹോദരിയാന്ന് പറഞ്ഞു. നാണക്കേടാണ്, അബ്രഹാമിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വീണ്ടും ക്ഷാമം ഉണ്ടായി, ഫെലിസ്ത ദേശത്തേക്ക് പോയി, അബീമേലെക്കിൻ്റെ നാട്ടിലേക്ക്. അപ്പോഴും ഇത് തന്നെ പറഞ്ഞു, സാറ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, 2 വട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇസഹാക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇസഹാക്കിനും ഇത് തന്നെയാണ്. ഇസഹാക്കിനെ സ്വന്തം മകൻ ചതിച്ചു, യാക്കോബ് പറ്റിച്ച് കളഞ്ഞു. ഇസഹാക്കിനത് മനസ്സിലാക്കാനും പറ്റിയില്ല. ഇസഹാക്ക് അതാണ് വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിട്ടാണ് അനുഗ്രഹിക്കുന്നത്. വേട്ടയിറച്ചിയിൽ രുചി പിടിച്ച് അതൊക്കെ പരാജയമായിട്ടാണ് കാണുന്നത്. ആത്മീയമായിട്ടൊരു പരാജയമാണ് അതൊക്കെ. ഒന്നും മനസ്സിലാകുന്നില്ല. കാണാൻ പറ്റുന്ന കാഴ്ചയുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. തൊട്ടു നോക്കി കഴിഞ്ഞപ്പോൾ രോമമാണ്, യേശാവിൻ്റെ പോലെയുണ്ട്. തിരിച്ചറിയുന്നില്ല. സ്വന്തം മോൻ വഞ്ചിച്ച് കളഞ്ഞു, അത് രേഖപ്പെടുത്തി. ഇനി യാക്കോബിൻ്റെ കാര്യമാണെങ്കിലോ, ഇതൊക്കെ ഇവരുടെ പിതാക്കന്മാരാണല്ലോ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, 3 പേരെയും പിതാക്കന്മാരായിട്ട് എപ്പോഴും പറയുന്നതാണ്. യാക്കോബ് സ്വന്തം ചേട്ടനെ പറ്റിച്ചു, അപ്പനെ പറ്റിച്ചു, ലാബാനെ പറ്റിച്ചു. അവൻ പറ്റിച്ച കാര്യം കുറേ ഉണ്ട്, അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് മോശ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാണ്, വലിയൊരു പ്രവാചകനാണ്. അവർക്ക് നിയമം കൊടുത്ത അവരുടെ നിയമദാതാവാണ്. ആ മോശയ്ക്ക് സംഭവിച്ച പരാജയവും മോശ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
എന്തിനു വേണ്ടിയാണ് മോശ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നത്? കനാൻ നാട്ടിലെത്തിക്കാനാണ്. മോശയ്ക്കും ആഗ്രഹമുണ്ട് കാണാൻ, അവിടെ പോകണം വരുന്നതാണ്. പക്ഷേ പരാജിതനായിപ്പോയി, പരാജയപ്പെട്ടു, കാണാൻ പറ്റിയില്ല, വീണുപോയി. സ്വന്തം വീഴ്ച രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇനി മോശ കഴിഞ്ഞോട്ട് വരുമ്പോൾ ദാവീദിൻ്റെ കാര്യം നോക്കിയാൽ ദാവീദിന് സംഭവിച്ച വീഴ്ച അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശലോമോന് സംഭവിച്ച വീഴ്ച അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിലെയും യഹൂദയിലെയും പല രാജാക്കന്മാർക്കും സംഭവിച്ച വീഴ്ചകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണമൊക്കെ വിട്ടുകളഞ്ഞ് അന്യദൈവങ്ങളുടെ പുറകെ പോയതും വളരെ മ്ലേച്ഛകരമായ പല കാര്യങ്ങൾ, സ്വന്തം മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചതടക്കമുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാരെങ്കിലും ചെയ്യുമോ? ഇല്ലാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുമോ? അല്ല, അത് ഉള്ളതായതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രായേലിൻ്റെ പരാജയം ന്യായാധിപന്മാരുടെ പുസ്തകം മുതലേ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പരാജിതരാകും. ആ സമയത്തെല്ലാം ശത്രുക്കൾ പരാജിതരാകുന്ന ഉദ്ദേശിച്ചത് ന്യായപ്രമാണം പിന്തുടരുന്നതിൽ അവർ പരാജയപ്പെടും. ന്യായപ്രമാണം പിന്തുടരുന്നതിൽ പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അവരെ വിട്ടുമാറും. അന്നേരം ശത്രുക്കൾ വന്ന് അവരെ കീഴടക്കും. പിന്നെ ശത്രുക്കളുടെ കീഴിലാണ്, അടിമത്തത്തിലാണ്. ഇത് പലവട്ടം. അവസാനം ആ രാഷ്ട്രം രണ്ടായിട്ട് പിരിയുന്നു. പിരിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്രത്തിന് അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്നു. അത് രേഖപ്പെടുത്തി വെച്ചു. മറ്റേ രാഷ്ട്രത്തിന് അടിമയായി പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അടിമത്തത്തിലിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പരാജയങ്ങളും എല്ലാം, അവരുടെ വീഴ്ചകൾ, പരാജയങ്ങളൊക്കെ. അപ്പോൾ അത് ഒരിക്കലും കള്ളമായിരിക്കില്ല. മനസ്സിലായോ? സത്യമായ കാര്യം മാത്രമേ അങ്ങനെയുള്ള ഇതിൽ വരുള്ളൂ. ഇത് പുറമേ ഉള്ളവരാണ് യഹൂദന്മാരെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചതെങ്കിൽ അതൊരു പക്ഷേ കള്ളമാകാൻ സാധ്യതയുണ്ട്. പുറമേ ഉള്ളവർ, ഇവരോട് അസൂയുള്ള ആളുകളുണ്ടല്ലോ, ചുറ്റുപാടുള്ളവർ മുഴുവനും ഇവരോട് അസൂയയും ശത്രുതയുള്ളതും ഒക്കെ സഹോദരങ്ങളാണ്. യാക്കോബിൻ്റെ സഹോദരൻ ഏശാവിൻ്റെ മക്കൾ, അല്ലെങ്കിൽ അബ്രഹാമിന് 8 മക്കളുണ്ടായിരുന്നു. 8 ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തു. ബാക്കി 7 പേർക്കും ആ തിരഞ്ഞെടുപ്പില്ല, അവരെ വാഗ്ദത്ത സന്തതികളായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഉണ്ട്, അവിടെയുണ്ട്. ഇവർക്കെല്ലാം അസൂയാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് ഇരിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം ഉയർന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയുള്ളത്. ചുറ്റുപാടുള്ളവർക്ക് അസൂയാണ്. അപ്പോൾ അവരാരെങ്കിലുമാണ് ഇവരെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചതെങ്കിൽ നമ്മളത് സംശയത്തോടെ വീക്ഷിക്കണം, ഇത് സത്യമാണോ അല്ലയോ എന്ന്. പക്ഷെ അവരാരുമല്ല, പുറമെയുള്ളവരല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ്? ഇവർ തന്നെയാണ്, ഇസ്രായേൽ ജനം തന്നെയാണ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യഹൂദന്മാർ തന്നെയാണ് യഹൂദന്മാരുടെ വീഴ്ചകളെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പരപ്പിക്കുന്നതോ വിഷമമുണ്ടാക്കുന്നതോ ആയ വിധമുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ചരിത്രപരമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നു, അത് സത്യമാണെന്നത് തെളിയിക്കുന്നു എന്നുള്ള ആ ക്രൈറ്റീരിയയും ബൈബിളിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ അത് ഫുൾഫിൽ ചെയ്യുകയാണ്, അതും വിജയിച്ചിരിക്കുകയാണെന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തത് 4ാമത്തെ കാര്യമായിട്ട് നമ്മൾ കണ്ടത് ദൃക്സാക്ഷികളുടെ സാക്ഷ്യം ചരിത്രപരമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നു. മറ്റൊരാൾ കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വിലയുള്ളത് ദൃക്സാക്ഷികളുടെ വിവരണത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉൽപ്പത്തി പുസ്തകം ദൃക്സാക്ഷി വിവരണമല്ല. കാരണം സൃഷ്ടിയുടെ സമയത്തൊന്നും മനുഷ്യനേ ഇല്ല. ദൃക്സാക്ഷി വിവരണം എഴുതാൻ പറ്റില്ല ആർക്കും. അത് കഴിഞ്ഞ് പിന്നെയുള്ള മനുഷ്യൻ്റെ കാലമാണെങ്കിൽ അതൊക്കെ ചരിത്രാതീത കാലമാണ്. അതായത് എഴുത്തും വായനയൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ചരിത്രമൊന്നും രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റാതിരുന്നൊരു കാലഘട്ടമൊക്കെയാണ് പഴയ കാലം. അത് കഴിഞ്ഞ് പിന്നെ എഴുത്തും വായനയൊക്കെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ ചരിത്രാതീത കാലത്തുള്ള കാര്യം സമകാലീനമായി എന്നല്ല ഒരാൾക്കും രേഖപ്പെടുത്താൻ പറ്റില്ല. ദൃക്സാക്ഷികൾക്ക് കാണാൻ പറ്റും, എഴുതി വയ്ക്കാൻ പറ്റില്ല, എഴുത്ത് വിദ്യയൊന്നുമില്ല. എന്നാൽ പിൽക്കാലത്തേക്ക് എഴുത്ത് വിദ്യയൊക്കെ വന്നതിന് ശേഷം രേഖപ്പെടുത്തിയതുമുണ്ട്. അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഒഴിവാക്കി വിടാം. അതുപോലെ മറ്റൊരു പുസ്തകമുള്ളത് റൂത്തിൻ്റെ പുസ്തകമാണ്. റൂത്തിൻ്റെ പുസ്തകവും ഇതല്ല, എന്താണ്, ദൃക്സാക്ഷി വിവരണമല്ല. അതിനെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അവർ പറയുന്നത്, അവരുടെ പാരമ്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമൂവേൽ പ്രവാചകൻ എഴുതിയതാണിത്, റൂത്തിൻ്റെ ചരിത്രം. അതായത് ശമൂവേലാണല്ലോ വന്ന് ഈ ദാവീദിനെ രഹസ്യമായിട്ട് അഭിഷേകം ചെയ്യുന്നത്. ശൗല് രാജാവായി ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് തള്ളി, എന്നിട്ട് ശമൂവേലിനോട് പറയുകയാണ്, നീ പോയി ഇശായിയുടെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യണം, ഞാൻ അവിടെ അവനിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെ രഹസ്യമായിട്ട് ശമൂവേൽ അവിടെ ചെല്ലുന്നു, അഭിഷേകം ചെയ്യുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു, പോരുന്നു. ഈ പോന്നു കഴിഞ്ഞതിന് ശേഷം ശമൂവേൽ അന്വേഷണം ആരംഭിച്ചു. ഇവൻ ആരാണ്? ഈ ദാവീദ് ആരാണ്? ഇവൻ്റെ ചരിത്രം എന്താണ്? ഇവൻ്റെ വംശാവലിയൊക്കെ അവർ രേഖപ്പെടുത്തുന്ന പതിവുണ്ടല്ലോ. അപ്പോൾ ആ വംശാവലിയൊക്കെ വെച്ചിട്ട് ഇവരുടെ ചരിത്രം, കുടുംബചരിത്രം അറിയാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ശമൂവേലിൻ്റെ തൊട്ട് മുന്നത്തെ തലമുറയിലാണ് റൂത്തൊക്കെ ജീവിച്ചിരിക്കുന്നത്. റൂത്തായാലും ഈ ബോവസും ഒക്കെ തൊട്ട് മുമ്പത്തെ തലമുറ, അതായത് ഏലിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അന്വേഷണം ആയി.
അപ്പോഴാണ് റൂത്തിനെ കുറിച്ച് അറിയുന്നത്. ബോവസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിക്കുന്നു. ഓബേദിന് ഇശായി ഉണ്ടാകുന്നു. ഇശായിക്ക് ദാവീദ് ജനിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ ഓബേദിൻ്റെ അപ്പനാണ് ബോവസ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ശമൂവേലിന് നല്ല പ്രായം ചെന്നു. ശമൂവേൽ വൃദ്ധനായപ്പോഴാണല്ലോ ജനം പറയുന്നത് ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ശൗലിനെ കൊടുക്കുന്നത്. അപ്പോൾ ശമൂവേൽ വളരെ വൃദ്ധനാണ്, ദാവീദ് ചെറുപ്പമാണ്. ദാവീദിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രായമുണ്ട് ശമൂവേലിന്. ആ ഗ്രാൻഡ് ഫാദറിനേക്കാളും കൂടുതൽ പ്രായം കാണുമായിരിക്കും. എന്ന് വെച്ചാൽ ഓബേദിൻ്റെയൊക്കെ പ്രായമാണ്. അപ്പോൾ ഓബേദിൻ്റെ പിതാവാണ് ഈ ബോവസ്, തൊട്ട് മുമ്പത്തെ തലമുറയാണ്. അപ്പോൾ ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ വിവരം കിട്ടി. സ്വാഭാവികമായിട്ട് തൊട്ട് മുമ്പത്തെ തലമുറയിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റൂത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ശമൂവേലിന് വളരെ താല്പര്യം തോന്നി. ഒരു അന്യ സ്ത്രീയായിട്ട്, മോവാബ്യ സ്ത്രീയായിട്ട് പോലും യഹോവയോടുള്ള അവളുടെ ഭക്തി എത്ര വലുതാണ്. അവൾക്ക് ആ ഇസ്രായേൽ ജനം, നിൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞു വന്നവളാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തോടുള്ള അവളുടെ സ്നേഹം എത്ര വലുതാണ്. അമ്മായിമ്മയായ റൂത്തിനോടുള്ള ആ സ്നേഹം, ഞാൻ നിന്നോടുകൂടെ, നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞ് പോന്ന സ്ത്രീ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശമൂവേലിന് തോന്നി റൂത്തിൻ്റെ ചരിത്രം ആളുകളെല്ലാവരും അറിയേണ്ടതാണ്, അതുകൊണ്ട് ഇത് രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ ശമൂവേലിൽ നിന്ന് വന്ന കേവലം ഒരു ആഗ്രഹമല്ല, വാസ്തവത്തിൽ അത് ദൈവം തന്നെ കൊടുത്ത ആഗ്രഹമാണ്. ദൈവാത്മനിയോഗത്താലാണ് അത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഒരു മോവാബി പെണ്ണിൻ്റെ ചരിത്രം ഇതിനകത്ത് വന്നത്. അത് ദൈവാത്മനിയോഗത്താൽ എഴുതപ്പെട്ടതായതുകൊണ്ടാണ്. അപ്പോൾ അതും ദൃക്സാക്ഷി വിവരണമല്ല, പക്ഷേ തൊട്ടടുത്ത തലമുറയിലുള്ള ആളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്ര കാലദൈർഘ്യമൊന്നുമില്ല തൊട്ടടുത്ത തലമുറയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകവും ഈ റൂത്തിൻ്റെ പുസ്തകവും ഒഴികെ ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം സമകാലീനമായത് ദൃക്സാക്ഷികളായ ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം പുറപ്പാട് പുസ്തകം മോശയാണ്, ആവർത്തനം വരെ മോശ, യോശുവയുടെ പുസ്തകം യോശുവ, പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം അത് ഏതാണ്ട് ഒരു 450 വർഷക്കാലമാണ്. അതുകൊണ്ട് ഒറ്റ ആൾ എഴുതിയതല്ല, പക്ഷെ പല ആളുകൾ രേഖപ്പെടുത്തി വെച്ചത് അത് ക്രോഡീകരിച്ച് ഒറ്റ പുസ്തകമാക്കിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകവും തിരുവൃത്താന്ത പുസ്തകവും ഒക്കെ. പല ആളുകളത് അതത് കാലത്തെ സമകാലീനരായ ആളുകൾ, ദൃക്സാക്ഷികളായ ആൾക്കാർ രേഖപ്പെടുത്തി വെച്ചത് എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റ പുസ്തകമാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയാണത്. അപ്പോൾ അത് ദൃക്സാക്ഷികളുടെ വിവരണം, അത് 4ാമത്തെ കാര്യമാണ്. 5ാമത്തെ ക്രൈറ്റീരിയ നമ്മൾ ഏറ്റവും ആദ്യം കാണുകയുണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചരിത്രപരമായി ഒരു രേഖയുടെ വിശ്വസനീയത തെളിയിക്കാൻ വേണ്ടി സെക്കുലർ ചരിത്രകാരന്മാർ ഒരു പഴയ രേഖയുടെ ആധികാരികതയും വിശ്വസനീയതയും തെളിയിക്കാൻ വേണ്ടി സെക്കുലർ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന 5 ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ ബൈബിളിനെ പരിശോധിച്ചാൽ ബൈബിളിൻ്റെ വിശ്വാസ്യത ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കും. ആ 5 ക്രൈറ്റീരിയകളിൽ ഒരെണ്ണം പോലും ബൈബിള് പരാജയപ്പെടില്ല, ഒരെണ്ണത്തിൽ പോലും പരാജയപ്പെടില്ല. ആ 5 എണ്ണവും ഇത് വിജയിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പുരാതനമായ വേറെ ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും അതിലൊന്നും ഇതുപോലെയുള്ള വിശ്വാസ്യത ഉണ്ടാവുകയില്ല. നമ്മളിന്ന് ചരിത്രമായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ബൈബിളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പുറകിലാണ്. ചരിത്രപരമായ ആധികാരികത വളരെ വളരെ പുറകിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ അറിയാം അല്ലേ? അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമുക്ക് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അലക്സാണ്ടർ ഒരു ചരിത്ര പുരുഷനാണെന്നാണ് അംഗീകരിക്കുന്നത്, അതിനകത്ത് ഒരു സംശയവും ഇല്ല, ആർക്കും ചരിത്ര പുരുഷനാണ്. പക്ഷേ അലക്സാണ്ടറിനെ കുറിച്ചുള്ള ജീവചരിത്രം എപ്പോഴാണ് എഴുതുന്നത് അറിയാമോ? അലക്സാണ്ടറിനെ കുറിച്ച് 400 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു രേഖ വരുന്നത്, അലക്സാണ്ടറിൻ്റെ ജീവചരിത്രം. ആര്യൻ എന്ന് പറയുന്ന ആൾ, ആര്യനും അത് കഴിഞ്ഞ് പ്ലൂട്ടാർക്കും, 2 പേരെഴുതുന്നത്. ഇത് രണ്ടും 400 വർഷം കഴിഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ 400 വർഷം കഴിഞ്ഞ് എഴുതുമ്പോൾ നമുക്കറിയാം അതിനിടയിൽ പല കാര്യങ്ങളും ആളുകൾ കൂട്ടിച്ചേർക്കാം ഇല്ലേ? 400 ആരും ദൃക്സാക്ഷികൾ ആരും ഇല്ല. അല്ലെങ്കിൽ അവരുടെ ആ ദൃക്സാക്ഷികളുടെ മക്കളോ അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് പറയാവുന്ന അങ്ങനെയുള്ളവരും ഇല്ല. അതൊക്കെ പോയി, എത്രയോ തലമുറ കഴിഞ്ഞു. എന്നിട്ട് ഇത്രയും നാൾ കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യത്തിനെ ചരിത്രകാരന്മാർ ചരിത്രമായിട്ടാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബൈബിളിലുള്ള കാര്യം നൂറ്റാണ്ടുകൾക്ക് ശേഷമൊന്നുമല്ല. അതേ കാലഘട്ടത്തിൽ ഭൂരിഭാഗവും ദൃക്സാക്ഷികളായ ആളുകൾ, ചിലത് ദൃക്സാക്ഷികളല്ല എന്നാൽ സമകാലീനരായ ആളുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്ര അധികമാണ്. ഇത് മാത്രമല്ല, ബുദ്ധൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ്. ബുദ്ധൻ ചരിത്ര പുരുഷനായിട്ടാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്, ചരിത്ര പുരുഷനാണ്. ബുദ്ധൻ്റെ ജീവചരിത്രം വരുന്നത് ബുദ്ധനൊക്കെ മരിച്ച് 600 വർഷം കഴിഞ്ഞിട്ടാണ്. 600 കൊല്ലം കഴിഞ്ഞ് ആലോചിച്ച് നോക്കണം. 600 വർഷം കഴിഞ്ഞ്
ബുദ്ധചരിത, അശ്വഘോഷൻ്റെ ബുദ്ധചരിതയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സിദ്ധാർത്ഥ കാവ്യം അല്ലെങ്കിൽ പഞ്ചചൂടാമണി എന്നും പറഞ്ഞിട്ട് പിന്നെ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് 800 വർഷം കഴിഞ്ഞിട്ട് വരുന്നത്. ഇത് രണ്ടും എഴുതിയത് ബുദ്ധമത സന്യാസിമാരാണ്. അവരുടെ മതപരമായ ആവശ്യത്തിന് വേണ്ടി അവരുടെ മതനേതാവിൻ്റെ ചരിത്രം 600 കൊല്ലം 800 കൊല്ലം കഴിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധൻ ചരിത്ര പുരുഷനാണെന്ന് പറയുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ചരിത്രഭാരതം ചോദ്യം ചെയ്യാനും വരും. അപ്പോൾ തന്നെ യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്നും പറഞ്ഞു വരും. കൂടെ നടന്ന ആളുകൾ, കൂടെ നടന്ന ശിഷ്യന്മാർ തങ്ങൾ കണ്ടതും കേട്ടതും തങ്ങൾ ദൃക്സാക്ഷികളായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കെ അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യും. അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും, അത് തള്ളിക്കളയും. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കും. ബുദ്ധൻ്റെ പോലെയുള്ള അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ. ഇത് മാത്രമല്ല, പല ആളുകളുടെയും ഇങ്ങനെ തന്നെയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുത്ത സെഷനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമയം നീണ്ടുപോകും, 6 മണിയോളം വരെ പോകും. അതുകൊണ്ട് ഞാൻ ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഞാനപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഓർമ്മയെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരാതനമായ ഏതൊരു പുസ്തകവും, ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കിയാൽ അത് തന്നെയാണ്. മുഹമ്മദിനെ സംബന്ധിച്ച് 100 വർഷത്തിനുള്ളിൽ ഒരു രേഖയില്ല. മുഹമ്മദ് മരിച്ച് 100 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ട യാതൊരു രേഖയുമില്ല. അവരവരുടെ പ്രമാണമായിട്ട് കൊണ്ട് നടക്കുന്ന ഹദീസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. മുഹമ്മദിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഹദീസുകൾ പരിശോധിക്കും. ആ ഹദീസ് തന്നെ മുഹമ്മദ് മരിച്ച് 241 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്നതാണ് ഒന്നാമത്തെ ഹദീസ്. ഒന്നാമത്തെ അല്ല, ഇവരംഗീകരിക്കുന്ന ഒന്നാം പ്രമാണമായിട്ട് കൊണ്ട് നടക്കുന്ന ബുഖാരി എന്ന് പറയുന്ന ഇമാം ബുഖാരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വന്ന് കളക്ട് ചെയ്യുകയാണ്, ക്രോഡീകരിക്കുകയാണ്. 241 കൊല്ലത്തിന് ശേഷമാണ്. എത്ര തലമുറ കഴിഞ്ഞുപോയി. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ കാര്യം വെച്ചിട്ട് അദ്ദേഹം ചരിത്ര പുരുഷനാണ്. അല്ലെങ്കിൽ ഓരോരുത്തരെയും സരതുഷ്ട്ര മതത്തിൻ്റെ സ്ഥാപകൻ ഗാത്സ് ഓഫ് സരതുഷ്ട്ര എന്ന് പറയുന്നത് ഗാത്സ്, അദ്ദേഹം പ്രസംഗിച്ച് നടന്ന കാര്യങ്ങൾ 1000 വർഷം കഴിഞ്ഞാണ് ആ മതത്തിൻ്റെ അനുയായികൾ രേഖയാക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം വരുന്നത് 1000 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന സംഗതി. ഈ മനുഷ്യൻ മരിച്ചുപോയി, 1000 കൊല്ലം കഴിഞ്ഞ് വരുന്നവർ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ട് സരതുഷ്ട്രർ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. ഇങ്ങനെ ഓരോരോ ചരിത്ര പുരുഷന്മാരെ എടുത്ത് നോക്കിയാൽ ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എഴുതപ്പെടുന്നത്. എന്നാൽ ബൈബിളിൻ്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇന്നുവരെ എന്നുള്ളതിന് ആ പ്രസക്തി ഉള്ളത്. ബൈബിളിൽ ആ എഴുത്തുകാരൻ ഇന്നുവരെയും അവൾ അവിടെ ജീവിച്ചിരിക്കുന്നു, ഇന്നുവരെയും അതവിടെ ഉണ്ട്, ഇന്നുവരെ അങ്ങനെ പറഞ്ഞു വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ആധികാരികത അവിടെയാണ് കിടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷമൊന്നുമല്ല, അതൊക്കെ മറഞ്ഞുപോയി. അവിടെ പരിശോധിച്ച് നോക്കിയാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലല്ല. പരിശോധിച്ച് നോക്കിയാൽ അവിടെ കാണും. ആ കല്ല് നിങ്ങൾക്ക് അവിടെ കാണാം, 12 കല്ലുകൾ നാട്ടിയത് അതവിടെ കാണാം. അല്ലെങ്കിൽ ഫെലിസ്തീൻ ദേശത്തു നിന്ന് വന്ന പെട്ടകം ഇറക്കി വെച്ച ആ ബെർശമേശനായ യോശുവയുടെ വയലിലെ കല്ല് അതവിടെ കാണാം. അല്ലെങ്കിൽ രാഹാബിൻ്റെ കാര്യം, രാഹാബ് ഇപ്പോഴും അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു, അതവിടെ കാണാം. മനസ്സിലായി? അതാണ് ആ സമകാലീനമായ രേഖ എന്ന് പറയുന്നത്. ബൈബിൾ അങ്ങനെയുള്ള പുസ്തകമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇതിനെല്ലാം തള്ളുന്നത്. ബൈബിളിനെ പഴയ പുസ്തകമാണ്, കിഴവിക്കഥയാണ്, അമ്മൂമ്മക്കഥയാണ്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞു വന്ന് തള്ളുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ആധികാരികത ഇതിനുണ്ട് ഈ പുസ്തകത്തിന്. നമ്മൾക്കൊരു പക്ഷേ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ കാണില്ല. നമ്മളിതിനെ ദൈവവചനം, വിശ്വാസത്തിൻ്റെ പുസ്തകമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വിശ്വാസത്തിൻ്റെ മാത്രമല്ല, ഇതൊരു ചരിത്ര പുസ്തകം കൂടിയാണ്. മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം, സൃഷ്ടിപ്പ്, ചരിത്രം, അവൻ്റെ വീഴ്ച, പിന്നെ അവനോട് ദൈവം ഇടപെട്ട കാര്യം, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വില അറിയാവുന്ന, ആ ചരിത്രപരമായ മൂല്യം മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്, ധാരാളം പണ്ഡിതന്മാർ. അതിന് ഞാൻ ഒരാളെക്കുറിച്ച് മാത്രം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ഡിക് വിൽസൺ എന്നാണ്. അദ്ദേഹമാണ് ആൾ. റോബർട്ട് ഡിക് വിൽസൺ 1856 മുതൽ 1930 വരെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അമ്പരന്ന് പോയി. ഇദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അറിയുമ്പോൾ നമ്മൾ ശരിക്കും അമ്പരന്ന് പോകും. ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ പഴയ നിയമ പണ്ഡിതനാണ്. കോളേജ് ഓഫ് ന്യൂജേഴ്സി, അതായത് ഇപ്പോഴത്തെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും വെസ്റ്റേൺ തിയോളജിക്കൽ സെമിനാരിയിലും പിന്നെ ബെർലിൻ യൂണിവേഴ്സിറ്റി, ഇവിടങ്ങളിലാണ് പഠിച്ചത്. ബെർലിൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഈ ജർമ്മനി എന്ന് പറയുന്നത് ഹയർ ക്രിട്ടിക്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഹയർ ക്രിട്ടിക്സ് കേട്ടിട്ടുണ്ടോ? അമിത കൃത്രിപ്പുകാർ. അതായത് കടുത്ത വിമർശനമാണ് ബൈബിളിന് നേരെ. ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും, കടുത്ത വിമർശനം ബൈബിളിന് നേരെ അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു കൂട്ടരാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ അവിടെ പോയി അദ്ദേഹം പഠിച്ചു, ബെർലിനിൽ പോയി അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ഇദ്ദേഹം ബൈബിൾ പഠിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ, പഴയ നിയമത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം 45 ഭാഷകൾ പഠിച്ചു എന്നുള്ളതാണ്. അതായത് 45 ഭാഷ. ബൈബിള് എഴുതപ്പെട്ട ഭാഷ മാത്രമല്ല, ഗ്രീക്കും ഹീബ്രു അരാമിക്കും മാത്രമല്ല, ആ ചുറ്റുപാടുണ്ടായിരുന്ന കനാന്യരുടെ ഭാഷ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അത് പഠിച്ചു. പിന്നെ
ആ ബൈബിള് പരിഭാഷപ്പെടുത്തിയ മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത ആ ഭാഷകൾ ഇതെല്ലാം പഠിച്ചു, ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്, വളരെ ഇതായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഈസ് ദ ഹയർ ക്രിറ്റിസിസം സ്കോളർലി എന്ന് പറയുന്നതും സയൻറ്റിഫിക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ക്രിറ്റിസിസം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. പിന്നെയും വേറെയുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ജർമ്മനിയിലെത്തിയ സമയത്ത്, ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇദ്ദേഹം തീരുമാനിച്ചു, പഴയ നിയമം പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. പഴയ നിയമം അങ്ങനെയാണ് 45 ഭാഷകളൊക്കെ പഠിക്കുന്നത്, പഴയ നിയമം പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. പിൽക്കാലത്ത് അദ്ദേഹം പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് എനിക്ക് 25 വയസ്സായിരുന്നു. അതായത് ജർമ്മനിയിൽ ഇത് പഠിക്കാൻ പോകുന്ന സമയത്ത് അന്ന് എനിക്ക് 25 വയസ്സായിരുന്നു. എൻ്റെ പൂർവികരുടെ ആയുർദൈർഘ്യം അനുസരിച്ച് ഞാൻ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നും അതിൻ പ്രകാരം എനിക്ക് 45 വർഷത്തെ പ്രവർത്തനാവസരം ലഭിക്കുമെന്നും ഞാൻ കണക്ക് കൂട്ടി. ഇദ്ദേഹം ഇവരുടെ ഈ വിദേശികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, വംശാവലിയൊക്കെ എഴുതി വയ്ക്കും, ചരിത്രവും ഇതൊക്കെ പുറകോട്ട് പോയിട്ട് പൂർവികരെ തപ്പി കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ ആയുസ്സൊക്കെ കണക്കൂട്ടി വയ്ക്കിയപ്പോൾ ശരാശരി 70 വയസ്സാണ് ഇവരുടെ കുടുംബത്തിലെ ആണുങ്ങളുടെ ആയുസ്. അപ്പോൾ അദ്ദേഹം കണക്കൂട്ടി ഇപ്പോൾ 25 വയസ്സ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 45 കൊല്ലം കൂടി കിട്ടും. ആ 45 വർഷങ്ങളെ ഞാൻ 3 ഭാഗങ്ങളായി വിഭജിച്ചു. ആദ്യത്തെ 15 വർഷങ്ങൾ ആവശ്യമായ പഠനത്തിന് വിനിയോഗിക്കും. അടുത്ത 15 വർഷങ്ങൾ പഴയ നിയമ ഭാഷ്യങ്ങളുടെ വിശദ പഠനത്തിനും ഒടുവിലത്തെ 15 വർഷം എൻ്റെ പഠന പര്യവേഷണങ്ങളുടെ ഫലം ലോകത്തിന് മുമ്പാകെ കാഴ്ചവെക്കത്തക്കവണ്ണം രചനയ്ക്കായി ഞാൻ മാറ്റിവെച്ചു. കൃത്യമായിട്ട് അദ്ദേഹം 15 വർഷമാണ്. ആദ്യത്തെ 15 വർഷം പഠനത്തിന്, പിന്നത്തെ 15 വർഷം ഇതിൻ്റെ കമൻട്രികൾ, അതായത് ഈ യഹൂദന്മാരുടെ തന്നെ കുറേ കമൻട്രികളുണ്ട്, അതല്ലാതെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ഭാഷകൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പരിശോധിക്കാൻ. അപ്പോൾ 30 വർഷം കൊണ്ട് ഇത്രയും പഠനമാണ്. 30 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ പിന്നെ 15 വർഷം കൊണ്ട് അവസാനത്തെ 15 വർഷം പുസ്തക രൂപത്തിൽ ഇറക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നിറവേറി. അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാളും 1 വർഷം അദ്ദേഹത്തിന് ആയുസ് കൂടുതൽ കിട്ടി. 71ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 1 വർഷം കൂടുതൽ കിട്ടി. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, ജർമ്മനി പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്: ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഏറിയ കൂറും ജർമ്മനിയിൽ പോകാറുണ്ട്. അവിടുത്തെ പ്രൊഫസർമാർ സ്വന്തം പ്രയത്നഫലമായി കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് അവർ കേൾക്കാറുണ്ട്. പ്രൊഫസർ പറഞ്ഞതാകിയാൽ വിദ്യാർത്ഥികൾ അവയെ മുഖവിലയ്ക്കെടുത്തു. മഹാരഥന്മാരായ അവർ പറയുന്ന കാര്യങ്ങളെ സ്വയം പരിശോധിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഞാൻ ജർമ്മനിക്ക് പോയത്. അതായത് അവിടെയുള്ള ഇവർ വലിയ പുള്ളികളാണ്, വാൻഹൂസനെ പോലെയൊക്കെയുള്ള അറിയപ്പെടുന്ന പണ്ഡിതന്മാർ വലിയ ആളുകളാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ്. ചുരുക്കത്തിൽ നല്ല ദൈവവിശ്വാസിയായ ഒരുത്തൻ അവിടെയൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ബൈബിൾ വിമർശകനായിട്ടാണ് വരുന്നത്. ഹയർ ക്രിട്ടിക്സിൽ അതിലേക്കാണ് അവൻ പോകുന്നത്. പക്ഷേ ഇദ്ദേഹം പോകുന്നതിന് മുമ്പേ തീരുമാനിച്ചു, അവർ അത്ര വലിയ പുള്ളികളായാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്വയം പരിശോധിച്ച് നോക്കി എനിക്ക് ബോധ്യം വന്നതിന് ശേഷം ഞാനത് വിശ്വസിക്കാൻ പോകുന്നുള്ളൂ. ആ ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അദ്ദേഹം ഭാഷകൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ പിടികിട്ടി ഇവർ പറയുന്നതിൽ കഥയൊന്നുമില്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്: തെളിവുകൾ പരിശോധിക്കുവാൻ ആവശ്യമായ സംഗതി അവ രചിക്കപ്പെട്ട മൗലിക ഭാഷയിലെ പ്രാവീണ്യമാണെന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നു. ആകയാൽ എബ്രായ ഭാഷ്യത്തിന്മേൽ കൂടുതൽ പ്രകാശം പകരാൻ കഴിവുള്ള എല്ലാ ഭാഷകളും AD 600 വരെ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുള്ള എല്ലാ ഭാഷകളും പഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വയം പര്യവേഷണം നടത്താൻ കഴിയുമെന്നായി. അപ്പോൾ ഈ പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല, സ്വയം പരിശോധിച്ച് നോക്കണം. ആ സ്വയം പരിശോധിച്ച് നോക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്? എബ്രായ ഭാഷ പഠിച്ചു, അരാമിക് ഭാഷ പഠിച്ചു. അതുമാത്രമല്ലാതെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഭാഷകൾ, കനാന്യരുടേതായ കുറേ ജാതികളുണ്ടായിരുന്നു. ആ പുരാതന ഭാഷകൾ, അതിൽ പലതും മൃതഭാഷയാണ്. സംസ്കൃതം പോലെയൊക്കെ മൃതഭാഷകളാണ്, ഇന്നില്ല. പക്ഷേ അതെല്ലാം അദ്ദേഹം പഠിച്ചു. പിന്നെ AD 600 വരെ ബൈബിൾ ഏതൊക്കെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ ആ ഭാഷകളും പഠിച്ചു. എന്നിട്ട് ഇതെല്ലാം പരിശോധനയ്ക്കായിട്ട് സ്വയം അദ്ദേഹം പിന്നെ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് പഠിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്: തന്മൂലം ഞാൻ ഒരു വിദഗ്ധനെന്ന് അവകാശപ്പെടുന്നു. എനിക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയാത്ത ഭാഷയുടെ മറവിൽ ആർക്കും എന്നെ വിമർശിക്കാനാവില്ല. അവ ഭാഷാപരമെങ്കിൽ എനിക്ക് അവയെപ്പറ്റി പര്യാന്വേഷണം നടത്തി അർത്ഥം ഗ്രഹിക്കാനാകും. എനിക്ക് അറിവില്ലാത്തൊരു ഭാഷ നിങ്ങൾക്കറിയാമെങ്കിൽ ഞാനത് പഠിക്കും. അപ്പോൾ അദ്ദേഹം പിന്നെ വെല്ലുവിളിക്കുകയാണ് മറ്റുള്ളവരെ, വിമർശകന്മാരെയൊക്കെ. വിമർശകന്മാർ അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്: നിങ്ങൾക്ക് തെളിവുകൾ പരിശോധിക്കാൻ ആവശ്യമായ സംഗതി എന്ന് പറയുന്നത് ഏത് ഭാഷയിലാണോ എഴുതപ്പെട്ടത് ആ ഭാഷയിൽ അറിവുണ്ടായിരിക്കണം.
അപ്പോൾ നിങ്ങൾ ബൈബിൾ വിമർശിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ മൂലഭാഷയിൽ നിങ്ങൾക്ക് അറിവുണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. കാരണം പുള്ളി അത് നേടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഞാനാ അറിവ് നേടി, നിങ്ങളും അത് നേടിയിട്ട് വിമർശിക്കാൻ വാന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നൊരു കാര്യമാണ് ഈ വിമർശകന്മാരെ സംബന്ധിച്ച്. ആൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ വിദഗ്ധനെന്ന് അറിയപ്പെടുന്നെങ്കിൽ താൻ അതാണെന്നുള്ളത് അയാൾ തെളിയിക്കേണ്ടതുണ്ട്. ഒരു വിദഗ്ധൻ വിദഗ്ധരല്ലാത്ത അനേകായിരം സാക്ഷികളെക്കാൾ മൂല്യമുള്ളവനാണ്. ഒരാൾ പഴയ പുതിയ നിയമത്തിൻ്റെ ചരിത്രം, ഭാഷ, പൗരാണിക ലിപി ഇത്യാദിയെപ്പറ്റി സംസാരിക്കുന്നതിന് യോഗ്യനാണോ എന്നറിയുവാൻ തക്കവണ്ണം അയാളെ പരിശോധിക്കാനുള്ള അവകാശം ക്രിസ്തീയ സഭകൾക്കുണ്ട്. ഡോക്ടർ വിൽസൺ പറഞ്ഞതാണ്. അതായത് ബൈബിളിനെ ബൈബിൾ വിമർശനമായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ വിമർശിക്കാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്കുണ്ട്, ക്രൈസ്തവ സഭകൾക്കുണ്ട്. അവന് ചുമ്മാ എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയുന്നതല്ല. കാരണം ഇതെല്ലാം പരിഭാഷ വെച്ചിട്ടാണ് വിമർശിക്കാൻ വരുന്നത്. മൂലഭാഷയിലെ സംഗതി വേറെ ആയിരിക്കും, പരിഭാഷയിൽ ചിലപ്പോൾ പശകൾ വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇസ്രായേലിന് ഭക്ഷണ നിയമം കൊടുക്കുകയാണ് ദൈവം. ഭക്ഷണ നിയമം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിന്നാകുന്ന വൈവ, തിന്നരുതാത്ത വൈവ എന്നും പറഞ്ഞ് ഇത് വായിച്ചിട്ടുണ്ടല്ലോ. അത് അപ്പോൾ കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവുറക്കുന്നതുമായ ഏത് മൃഗത്തെയും തിന്നാം, അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പക്ഷികളിൽ നിങ്ങൾ ഭക്ഷിക്കരുതാത്തവ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്. പക്ഷികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കരുതാത്തവ. അപ്പോൾ പരുന്ത്, ചെമ്പരുന്ത്, ഗൃദ്ധൻ, കഴുകൻ, കടൽക്കാക്ക അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നരിച്ചീർ എന്നുള്ളൊരു വാക്കുണ്ട്. നരിച്ചീർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നരിച്ചീർ വവ്വാൽ. നരിച്ചീർ എന്ന് പറഞ്ഞാൽ വവ്വാലാണ്. വവ്വാൽ പക്ഷിയാണോ? വവ്വാൽ പക്ഷിയല്ല, അതൊരു സസ്തനിയാണ്, പറക്കുന്ന സസ്തനിയാണ്. പക്ഷെ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പക്ഷികളിൽ നിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്തവ എന്നും പറഞ്ഞാൽ. പക്ഷേ ഇത് പക്ഷിയല്ല, ഇത് സസ്തനിയുമാണ്. അപ്പോൾ ദൈവത്തിന് അറിയില്ലേ ഇത് പക്ഷിയല്ല എന്നുള്ള കാര്യം? ഇത് വിമർശകന്മാരൊക്കെ കൊണ്ടുവരാറുള്ളതാണ് ഈ കാര്യം. നിരീശ്വരവാദികളൊക്കെ എടുക്കാറുണ്ട്. എം എം അക്ബറിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ ഉണ്ട് ഈ കാര്യം. വാസ്തവത്തിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഔഫ് എന്ന വാക്കാണ്. ഔഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പറക്കുന്ന ജീവി എന്നാണ്. ചില ഇംഗ്ലീഷ് പരിഭാഷയിൽ നോക്കിയാൽ ഫ്ലൈയിങ് ക്രീച്ചേഴ്സ് എന്ന് കാണാം. ബേഡ്സ് എന്നല്ല, ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്ന ജീവികളിൽ നിങ്ങൾക്ക് തിന്നരുതാത്തവ ഇവ എന്നാണ് മൂലഭാഷയിലുള്ളത്. ദൈവം പറഞ്ഞത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മോശ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചത് പറക്കുന്ന ജീവികളിൽ നിങ്ങൾക്ക് തിന്നരുതാത്തവ ഇവ. പരിഭാഷകർ പറക്കുന്ന ജീവിതം വിശദീകരിച്ചെഴുതുന്നതിന് പകരം പക്ഷിന്നാക്കി. അതുകൊണ്ടാണ് നരിച്ചതിനകത്ത് വന്നത്. അപ്പോൾ അത് ആ പരിഭാഷ വെച്ച് നോക്കുമ്പോൾ അത് തെറ്റാണ്, അതിനകത്ത് തെറ്റുണ്ട്. പക്ഷെ മൂലഭാഷ പോയാൽ തെറ്റുണ്ടോ? അവിടെ കൃത്യമാണ് കാര്യം. പറഞ്ഞാൽ മനസ്സിലായേ? ഇതാണ് അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത്, വിമർശിക്കാൻ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിഭാഷ വെച്ച് വിമർശിക്കാൻ നിൽക്കരുത്, മൂലഭാഷയിൽ പോയിട്ട് അത് പഠിച്ചിട്ട് വന്നിട്ട് വിമർശിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം പുള്ളി അങ്ങനെയാണ് ചെയ്തത്. പുള്ളി മൂലഭാഷ മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ ഭാഷകളും പഠിച്ചു. അങ്ങനെ 45 ഭാഷ പഠിച്ചത്. അത്രയും പഠിച്ചിട്ടാണ് അദ്ദേഹം ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നത്. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ തങ്ങളുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് പഠിച്ച് അത്രയും ഗൗരവത്തോടുകൂടി ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട്, ചരിത്രപരമായി ഇതിൻ്റെ ആധികാരികതയും വിശ്വസനീയതയും മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച പണ്ഡിതന്മാർ നമ്മുടെ മുമ്പാകെ ഉള്ളപ്പോഴാണ് ഇവിടെ കുറേ വിമർശകന്മാർ മൂലഭാഷ പോട്ടെ, മൂലഭാഷ വേണ്ട, ഞങ്ങൾ പറയാറുള്ളത് നിങ്ങൾ ഇതെങ്കിലും വായിക്കുന്ന കാരണം പലരും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് വിമർശനവുമായിട്ട് വരുന്നത്. ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്, ക്ലബ് ഹൗസിലും ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളം പേരെ കാണുന്നുണ്ട്. മലയാളത്തിലുള്ള ബൈബിൾ പോലും വായിച്ചിട്ടില്ലാന്നേ, അതുപോലും വായിക്കാതെ ആരോ പറയുന്നത് കേട്ടു, അതങ്ങനെ തന്നെ ഇവരുടെ നേതാക്കന്മാർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കും ബൈബിളിനെതിരായിട്ട്, അത് കേട്ടിട്ട് അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാനൊന്നും സമയമില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവുമില്ല, അറ്റ്ലീസ്റ്റ് വായിക്കാമല്ലോ, വായിച്ചിട്ട് വിമർശിക്കുക, അതെങ്കിലും ചെയ്യേ. അതല്ലേ ഒരു മാന്യത, ഒരു മര്യാദ. ഇപ്പോൾ ബാലരമയൊന്നും വായിക്കാതെ മായാവിനെ വിമർശിക്കാൻ പോവുകയാണ്. രാജുവും രാധയും കാമുകന്മാരാണ്, കുട്ടൂസനും ഡാകിനിയും ഭാര്യ ഭർത്താക്കന്മാരാണ്, വിക്രമനും മുത്തു അളിയനാണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് വിചാരിക്കും? ആ വിമർശനത്തിന് വല്ല ആരെങ്കിലും കൊടുക്കുക, അപ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും വായിച്ചിട്ടില്ല, ഇവൻ മായാവിയൊന്നും വായിച്ചിട്ടില്ല, വായിക്കാണ്ട വിമർശിക്കാൻ വന്നിരിക്കുന്നത്. ആ രീതിയിലാണ് ഇന്ന് വിമർശനമായിട്ട് വരുന്നത്. അവർക്കിതൊക്കെ ഒരു നേരമ്പോക്ക് മാതിരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ പുസ്തകം അങ്ങനെയുള്ളതല്ല. ഇതിൻ്റെ ആധികാരികത വളരെ വലുതാണ്. ചരിത്രപരമായിട്ട് ഇതിൻ്റെ ആധികാരികത എവിടെയും നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. ചരിത്രപരമായിട്ട് ഇതിനെതിരെ
എന്ത് കാര്യം കൊണ്ടുവന്നോ അത് നമുക്ക് തെളിയിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം നമുക്ക് മുമ്പുള്ള ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 2 നൂറ്റാണ്ട് മുമ്പുള്ളവർക്ക് പല കാര്യങ്ങളും ഇതൊന്നും തെളിയിക്കാൻ പറ്റുമായിരുന്നില്ല, ആർക്കിയോളജി വികാസം പ്രാപിച്ചിട്ടില്ലാതിരുന്നത് കൊണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഇഷ്ടം പോലെയാണ് ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നത്. ഓരോ ദിവസവും അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പല തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ഇതിൻ്റെ സാധുതയെ ആരെങ്കിലും സംശയിച്ചാൽ, ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ നമുക്കിന്ന് സാധിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിനെതിരെ വിമർശനം എത്ര വേണമെങ്കിലും വന്നോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. ബൈബിൾ എന്ന് പറയുന്നത് കടപ്പുറത്ത് നിൽക്കുന്ന, കടൽക്കരയിൽ നിൽക്കുന്ന പാറക്കെട്ട് പോലെയാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ ഉപമിക്കാറുള്ളത്, കടൽക്കരയിലെ പാറക്കെട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാലകൾ വന്ന് ഈ പാറക്കെട്ടും അടിച്ചുകൊണ്ടേയിരിക്കും. എത്ര അടിച്ചാലും പാറക്കെട്ട് തകരില്ല. തിരമാല ഇതുമോ വന്ന് അടിച്ച് ചിതറി തെറിച്ചില്ലാതെയായി പോകും. അതാണ് സംഭവിക്കുക. അല്ലാതെ പാറക്കെട്ടിനൊന്നും പറ്റില്ല. മാത്രമല്ല, ഓരോ തിര വന്ന് അടിച്ചു പോകുമ്പോഴും പാറ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ തിര തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ വിമർശനവും ബൈബിളിനെതിരെ വരുമ്പോൾ അതിനുള്ള ആൻസർ നമ്മൾ പറഞ്ഞു കഴിയുന്ന സമയത്ത് ആളുകൾക്ക് ഇതിൻ്റെ വിശ്വാസ്യത ഒന്നും കൂടി വർദ്ധിക്കുകയാണ്. പല സഹോദരന്മാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ MM അക്ബറും സക്കീർ നായിക്കും രവിചന്ദ്രനും ഇടമറുകും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായത് വളരെ നന്നായി. അവരുള്ള കാരണം കൊണ്ട് ബൈബിളിലെ കുറേ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം അവർ കുറേ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ പോയി അന്വേഷിക്കുന്നത് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പുന്നു. പുസ്തകമൊക്കെ പോയി തപ്പുമ്പോഴാണ് നമുക്ക് ശരിയായ വശം പിടികിട്ടുന്നത്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ചോദിക്കില്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ സാധാരണഗതി വായിച്ചു പോകും. പക്ഷികളിൽ നിങ്ങൾ തിന്നരുതാത്ത ഓക്കെ, അങ്ങോട്ട് വായിച്ച് അങ്ങോട്ട് പോവുകയാണ്, നമ്മൾ ഇതാക്കുന്നില്ല. പക്ഷേ ഇവർ വന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ബൈബിളിനകത്തൊരു അബദ്ധം പറ്റിയിരിക്കുകയാണോ, എന്ത് പറ്റി, തെറ്റ് പറ്റിയോ? അപ്പോൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും തെറ്റല്ല, ഇവർക്കാണ് തെറ്റ് പറ്റിയത്. അവരുള്ളത് കൊണ്ടാണ് നമ്മളത് പരിശോധിച്ചത്. അല്ലെങ്കിൽ വെറുതെ പ്ലെയിനായിട്ട് വായിച്ചു പോകുന്ന സംഗതിയാണിത്. അപ്പോൾ ഇതേപോലെ ഈ വിമർശകന്മാർ എത്രമാത്രം വിമർശനവുമായിട്ട് വരുന്നോ നമുക്കൊരിക്കലും അതിൻ്റെ മുമ്പിൽ തല ഉനിക്കേണ്ടി വരുന്നില്ല, ലജ്ജിക്കേണ്ടി വരുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ ബൈബിളിന് ഒരിക്കലും തല ഉനിക്കേണ്ടി വരുന്നില്ല. മറിച്ച് ഇത് ശരിയാണ്, സത്യമാണെന്ന് ഓരോ വിമർശനത്തിലും കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളായിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന, ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് മാത്രമല്ല, യൂട്യൂബിലൂടെ ഭാവിയിൽ കേൾക്കുന്ന എല്ലാ ക്രിസ്ത്യൻ വിശ്വാസികളോടും പറയട്ടെ, ഈ പുസ്തകം അഭിമാനത്തോടെ എവിടെയും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പുസ്തകമാണ്. അത്ര മൂല്യമേറിയതാണ്. നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങും, കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷേ ആ പണത്തിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ യഥാർത്ഥ മൂല്യമെന്ന് പറയുന്നത്. ഇത് വിലമതിക്കാനാവാത്ത പുസ്തകമാണ്. ഈ പുസ്തകം കയ്യിലെടുത്ത് നടക്കുമ്പോൾ അതിനെതിരെ ഏതൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും പതറിപ്പോകേണ്ട കാര്യമില്ല. കാരണം ഉത്തരം ഇതിനകത്ത് തന്നെയുണ്ട്. മാത്രമല്ല, ഇനി ഇതിനകത്ത് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസിലൊന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും അക്കാദമിക് നിലവാരത്തിൽ തന്നെ മറുപടി പറയാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം ഈ പുസ്തകത്തിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം, ഇങ്ങനൊരു പുസ്തകം നമുക്ക് തന്ന ദൈവത്തിന് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നതിന് നമ്മൾ പിതാവായ ദൈവത്തോട് നന്ദി പറയാറുണ്ട്. യേശുക്രിസ്തു ദൈവവചനമാണെന്ന് നമുക്കറിയാം, ആദിയിലേ ഉള്ള വചനമാണ്. എന്നാൽ ആ വചനത്തെ നമുക്ക് തന്ന ദൈവത്തോട് മാത്രമല്ല, എഴുതപ്പെട്ട വചനം നമുക്ക് തന്ന ദൈവത്തോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. മാത്രമല്ല, ഈ പുസ്തകം വേറെ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം നമ്മുടെ ഭാഷയിലേക്ക്, നമ്മുടെ മാതൃഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി തന്ന ആ മുൻഗാമികളായിരിക്കുന്ന ആളുകൾ, നമ്മൾ രാവിലെ കേൾക്കുകയുണ്ടായല്ലോ ബെഞ്ചമിൻ ബേലിയുടെയൊക്കെ കാര്യം. 2 മക്കൾ, കുഞ്ഞു മക്കളുമൊക്കെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹം പരിഭാഷയിലും അച്ചടിയുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. ആ സമയത്താണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം അതൊക്കെ ചെയ്തത്? നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആ ദൈവദാസന്മാരോട്, അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അവരതെല്ലാം നമ്മുടെ ഭാഷയിലേക്ക് തന്നു. മാത്രമല്ല, നമുക്കിന്ന് നമ്മുടെ ഭാഷയിൽ ഇത് വായിച്ചു നോക്കാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ ആ ഭാഗ്യം ലഭിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഇന്ത്യയിലുണ്ട്. സ്വന്തം ഭാഷയിൽ ഇത് വായിച്ചു നോക്കാൻ പറ്റാത്ത, ആ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പുസ്തകം എത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് എത്തിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ നമ്മുടെ സഹോദരന്മാർ ഇന്ത്യയിൽ തന്നെയുള്ളവർക്ക് ഇത് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മളതിന് മനസ്സ് വെച്ചാൽ പരിഭാഷാ രംഗത്തേക്ക് ഞാൻ ആ ഫീൽഡിലേക്ക് ഇറങ്ങും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മൾ റോബർട്ട് ഡിക്വിൽസനെ കണ്ടു. 45 വർഷം അദ്ദേഹം കണക്ക് കൂട്ടിയിട്ട്, ഇനി 45 വർഷം, ആ 45 വർഷം കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത മനുഷ്യൻ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കും ഇത് എൻ്റെ ചുറ്റുപാടുള്ള സഹോദരങ്ങൾ, അവരുടെ കയ്യിൽ ഈ പുസ്തകം എത്താത്തതിന് ദൈവം എന്നോടും കൂടി കണക്ക് ചോദിക്കുമല്ലോ എന്നുള്ള ആ ഒരു വിചാരം നമ്മൾ അലട്ടേണ്ടതല്ലേ?
അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിൽ ആ ബോധം വേണം. അതുകൊണ്ട് പരിഭാഷാ രംഗത്തേക്ക് ചെറുപ്പക്കാരായിരിക്കുന്നവർ ധാരാളം പേര് കടന്നു വരണം. സാമ്പത്തികമായിട്ട് അതിന് പല ആവശ്യങ്ങളുണ്ട്. അതിലേക്ക് കഴിവുള്ളവർ അതിന് സഹായിക്കുകയും വേണം. സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥനാ സപ്പോർട്ട് വേണം. കാരണം അവിടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് അവരുടെ അവിടുത്തെ ആ ഭാഷ പഠിച്ചിട്ട് എടുക്കുക എന്നൊക്കെ പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള അധ്വാനം, അതൊക്കെ വളരെ ഇതാണ്, വളരെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന ഇല്ലാതെ അതൊന്നും നടക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥനാ സപ്പോർട്ട് വേണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ NLCAയുടെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കുവാൻ, മാത്രമല്ല പരിഭാഷാ രംഗത്ത് നിങ്ങളാൽ കഴിയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുവാൻ, അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആ ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. റോബർട്ട് ഡിക്കിനെ പോലെ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അനിൽ അയ്യപ്പൻ സാറിനോടുള്ള പ്രത്യേകമായ അഭിനന്ദനത്തെ ആദ്യമേ അറിയിക്കുകയാണ്. ചോദ്യം: ഈ മുസ്ലിങ്ങൾ അറബി ഭാഷ പഠിക്കാനായിട്ട് അതിൻ്റേതായ ശ്രമം നടത്തുന്നുണ്ട്. കാരണം അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആ മൂലഭാഷ പഠിച്ചാലല്ലേ, അങ്ങനെ ആ മൂലഗ്രന്ഥത്തിൽ നിന്ന് അറിഞ്ഞാലല്ലേ കുറച്ച് അത് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ട്രാൻസ്ലേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ ഒരു മുസ്ലിമിന് അത് സാധിക്കുമെങ്കിൽ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഹീബ്രു ഭാഷ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ഈ മുസ്ലിം കുട്ടികൾ അറബി പഠിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല. അവരതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല അത് പഠിക്കുന്നത്. അവർക്ക് ആ ഇതറിയാം, വാക്കുകൾ വായിക്കാനറിയാം. അവർ ഓതുകയാണ്, ഖുർആൻ ഓതുക എന്ന് പറയും. അത് സെമിറ്റിക് ലാംഗ്വേജ് സംഗീതാത്മകമാണല്ലോ. അപ്പോൾ ആ സംഗീതാത്മകമായിട്ട് അവരതങ്ങോട്ട് ഓതുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവരറിയുന്നില്ല. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കുറേ സാധനമുണ്ട്. ഇപ്പോൾ അഞ്ചാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുതെന്നാണ്. അപ്പോൾ ഇത് ആ പുള്ളി ഓതും, ഒരു മുസ്ലിം അത് ഓതും, എന്നിട്ട് നമ്മളോട് നമ്മുടെ സ്നേഹിതനായിട്ട് നടക്കുകയും ചെയ്യും. കാരണം അവൻ അർത്ഥം അറിഞ്ഞൂടാ ഇത് എഴുതിയിരിക്കുന്നതിൻ്റെതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പഠനം കൊണ്ട് പ്രയോജനമില്ല. അങ്ങനെയുള്ളതല്ല, അർത്ഥമറിഞ്ഞ് പഠിക്കണം. പിന്നെ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാൻ നമുക്ക് പരിഭാഷ മതി. അതിൻ്റെ ആ സന്ദേശം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കുറേയും കൂടി ഡെപ്തിലേക്ക് പോയിട്ട്, ഇപ്പോൾ മശിഹയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ രഹസ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഈ എബ്രായ ഭാഷയിൽ അത് ഉണ്ട്. പലയിടങ്ങളിലുമായിട്ട് അതൊരു ലോക്ക് പോലെ ദൈവം വെച്ചിട്ടുണ്ട്. അത് എബ്രായ ഭാഷ അറിയുന്നവർക്കേ അത് മനസ്സിലാകുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കതൊരു ആസ്വാദികരമാണ്. വായിക്കുമ്പോൾ ഓരോരോ രഹസ്യങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത്തരം സന്തോഷങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ മൂലഭാഷ തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിച്ച സന്ദേശം അത് നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ നിന്നായാലും മലയാളത്തിൽ നിന്നായാലും തമിഴിലായാലും ശരി നമുക്കത് ലഭിക്കുന്നതാണ്. ഓക്കെ, അത് ക്ലിയറാണ്. എങ്കിലും എൻ്റേതായ പ്രശ്നം അബ്രഹാം, അപ്പോൾ ആ ഒരു വാക്കിൻ്റെ വ്യത്യാസം ഞാൻ ആദ്യമായിട്ടാണ് അത് അറിയുന്നത്. അപ്പോൾ അത്രയും ആഴമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം ഇതര പുസ്തകത്തിലുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ സാർ എന്നെ പറഞ്ഞു ഒരു ആധികാരികതയ്ക്ക് വേണ്ടി ദൈവം മുന്നമേ ചെയ്തതാണെന്ന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് വല്ലവൻ്റെയും പുസ്തകത്തിൻ്റെ ആധികാരികതയെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ യുണീക്ക്നെസ് ഒരു വിഷയമില്ലേ? അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് ഈ ക്രൈറ്റീരിയ ഒന്നും വെച്ച് ബൈബിൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇത് ദൈവവചനമാണ്. അത് നമുക്കറിയാം, നമ്മുടെ ആത്മാവിൽ നമുക്കതറിയാം. നമ്മൾ വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഇത് വായിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിൽ ദൈവം അവനോട് സംസാരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ അവന് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. അവൻ്റെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കുന്നത് അതെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. അത് ഓക്കെ, അത് രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചാണ്. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് ഈ പുസ്തകം മറ്റേത് പുസ്തകം പോലെ തന്നെയാണ്. മതഗ്രന്ഥങ്ങളുടെ ഗണത്തിലെ അവൻ ഇതിനെ പെടുത്തുന്നുള്ളൂ, ദൈവവചനമായിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇതിൻ്റെ ആധികാരികത ചർച്ച ചെയ്യേണ്ടി വരുന്ന സമയത്ത് മറ്റ് പുസ്തകങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് അവരിതിനെയും പരിശോധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ പുസ്തകം പരാജയപ്പെടരുത്. ആ ക്രൈറ്റീരിയ അല്ല ഇത് പാലിച്ചിരിക്കണമെന്ന് ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം അത് അങ്ങനെ ചെയ്തത്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, പുറമേ ഉള്ളവരുടെ മുമ്പാകെ ഉള്ളതാണ് അത്. ഓക്കെ.
സുവിശേഷങ്ങളിലൊക്കെ ചിലയിടത്ത് ബ്രാക്കറ്റിനകത്ത് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും ദൈവം ഉദ്ദേശിച്ചതാണോ അതോ ആ എഴുത്തുകാരൻ്റെ തനതായ സംഭാവനയാണോ? ബ്രാക്കറ്റിനകത്തുള്ള ഈ ബ്രാക്കറ്റിനകത്തുള്ളത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ക്രൈസ്തവരായിരിക്കുന്ന ആളുകളുടെ സത്യസന്ധതയാണ് അത് വെളിപ്പെടുത്തുന്നത്. നമുക്ക് ഏതാണ്ട് 5000-ലധികം ഗ്രീക്ക് കയ്യെഴുത്തുപ്രതികളുണ്ട്. പുതിയ നിയമത്തിൻ്റെ 5000-ലധികം ഗ്രീക്ക് കയ്യെഴുത്തുപ്രതികളുണ്ട്. പിന്നെ ഏതാണ്ട് 20,000-ന് മുകളിൽ കയ്യെഴുത്തുപ്രതികൾ തന്നെ വേറെ ഭാഷകളിലുള്ളത്, അതായത് അരാമിക്കിലുള്ള പെസീത്ത തർജ്ജമ എന്ന് പറയുന്ന അരാമിക്കിലുള്ളത്, പിന്നെ ലാറ്റിനിലേക്കുള്ളത്, ആംഗ്ലോ സാക്സൺ ഭാഷയിലുള്ളത്, ജർമ്മനിലുള്ളത്, അങ്ങനെ പല ആ കാലഘട്ടത്തിലെ പല ഭാഷകളിലുമുള്ള കയ്യെഴുത്ത് പ്രതി. അത് അച്ചടി പ്രസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളതൊക്കെ കയ്യെഴുത്ത് പ്രതികളാണല്ലോ. അപ്പം അങ്ങനെയുള്ള 20,000-ലധികം, അങ്ങനെ ഏതാണ്ട് ഒരു 26,000-നും മേലെ കയ്യെഴുത്ത് പ്രതികൾ പുതിയ നിയമത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യെഴുത്ത് പ്രതികളിൽ ചില പ്രതികളിൽ ഇല്ല, ചില വാക്യങ്ങൾ ചില കയ്യെഴുത്ത് പ്രതികളിലില്ല. ആകെ 5 കയ്യെഴുത്ത് പ്രതികളിലാണ് ഇല്ലാത്തത്. 25,000-ലധികം 26,000-ലധികം ഉണ്ടായിട്ട് 5 കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിട്ടുപോയതല്ല. ചില കയ്യെഴുത്ത് പ്രതികളിൽ അത് മാർജിനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനം എഴുതി വന്നതിലില്ല. ഒരു പക്ഷേ എഴുത്തുകാരൻ പകർപ്പെടുക്കുകയാണല്ലോ, പകർപ്പെടുക്കുന്ന സമയത്ത് മിസ്സായി പോയതായിരിക്കും. അന്നേരം മിസ്സായി എന്ന് കാണുമ്പോൾ അത് കഴിഞ്ഞ് ബാക്കി എഴുതി വന്നു. അപ്പോൾ അന്നേരം മിസ്സായി എന്ന് കണ്ടപ്പോൾ അത് സൈഡിൽ എഴുതി വെച്ചതായിരിക്കും. ഒരു കയ്യെഴുത്ത് പ്രതിയിലാണെന്നുണ്ടെങ്കിൽ സ്പേസ് വിട്ടിട്ടുണ്ട്, അവിടെ സ്പേസ് വിട്ടിട്ട് പിന്നെ ബാക്കി കുറേ കഴിഞ്ഞിട്ട്, അപ്പോൾ അയാളത് പിന്നെ എഴുതാമെന്ന് വെച്ച് വിട്ടിരിക്കുന്നതാണ്. അത് ചിലപ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ട്, അയാൾക്കത് എഴുതാൻ പറ്റിയില്ല, അങ്ങനെയും ആകാം. എന്തായാലും ഇങ്ങനെ 5 കയ്യെഴുത്ത് പ്രതികളിൽ ചില വേദഭാഗങ്ങളില്ല. അപ്പം നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഇത്ര പഴയ കയ്യെഴുത്ത് പ്രതി ചിലതിൽ ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് കൊണ്ടാണ് അത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. അത് നമ്മുടെ സത്യസന്ധതയാണ്. കാരണം മറ്റ് പുസ്തകങ്ങൾ നമ്മൾ നോക്കിയാൽ പഴയ, അത് ഖുറാനായാലും ശരി, അതല്ല രാമായണം മഹാഭാരതം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കയ്യെഴുത്ത് പ്രതികൾ നോക്കിക്കഴിഞ്ഞാൽ അധ്യായങ്ങൾ തന്നെ ഇല്ല. മനസ്സിലായ? അധ്യായങ്ങളില്ല. പക്ഷെ അതിനെപ്പറ്റി അവരൊന്നും വേണ്ടിയിട്ടില്ല. അവിടെ ഈ അധ്യായം ഇവിടെ ഇല്ലാന്നല്ല, അവരങ്ങനെ തന്നെ, അതാ മൂലഭാഷയിൽ ഇത് അങ്ങനെ തന്നെ ഉണ്ടെന്നുള്ള നിലയിലാണ് ഇതൊക്കെ പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്രയധികം വിട്ടുപോയിട്ടും അതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞ മട്ട് കാണിക്കാതെ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ സത്യസന്ധതയുള്ളവരായതുകൊണ്ട് അത് ബ്രാക്കറ്റിലിടുകയാണ്. ചില കയ്യെഴുത്ത് പ്രതികളിലില്ല. പക്ഷേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാലും അത് ദൈവം അത് ഉദ്ദേശിച്ച് അത് എഴുതിയത് തന്നെയാണ്. ഈ പകർപ്പെടുക്കുന്ന സമയത്ത് അവർക്ക് സംഭവിച്ച മിസ്റ്റേക്കാണത്. കാരണം 5 കയ്യെഴുത്ത് പ്രതിയല്ലോ, ബാക്കി 26,000 ചില്ലാനും കയ്യെഴുത്ത് പ്രതികൾ 5 ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇത്രയധികം കയ്യെഴുത്ത് പ്രതികളുള്ളത് കൊണ്ട് അതുള്ളത് തന്നെയാണ്. ഈ 5 പേർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിലില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ആ ബ്രാക്കറ്റ് ആവശ്യമില്ലാതെ തന്നെ അത് എടുക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ വായനക്കാരോട് സത്യസന്ധത പുലർത്തുന്നത് കൊണ്ട് അത് ബ്രാക്കറ്റിനകത്തിരുന്നു. ചിലതിന് അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ടാവും, ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ വാക്യമില്ല എന്ന്. ചിലതെന്ന് പറയുമ്പോൾ കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് സംഘടിപ്പിച്ചവർക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ ഇത്രയും കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ബ്രദറിന് നന്ദി പറയുകയാണ്. എനിക്കിപ്പോൾ വിഷയം അവതരിപ്പിച്ചതിൽ സംശയമില്ല, എങ്കിലും ഇതിൻ്റെ പരിധി ചെറുതായിട്ട് മാറി നിന്നുകൊണ്ടൊരു ചോദ്യമാണ്. അതായത് ഇത് ദൈവശ്വാസീയമായിട്ടുള്ള പുസ്തകങ്ങളാണ് ബൈബിളിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഉദാഹരണത്തിന് ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അവിടെ 73 പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നു, ഇവിടെ 66 പുസ്തകങ്ങളെന്ന് പറയുന്നത്. അപ്പം പുറത്തുനിന്നുള്ള ആൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതിലേതാണ് ഇത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവശ്വാസീയമാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ നമുക്ക് അവരുടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ദൈവശ്വാസീയമായ പുസ്തകത്തിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് അത് ഇന്നാണെന്ന് നമുക്ക് അക്കവിട്ട് പറയാനായിട്ട് സാധിക്കുന്നതല്ല. ആ പുസ്തകം അത് ഒന്ന്, അതിനകത്ത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മുൻപുള്ളവർ എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമായതോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെയോ പരസ്പര വിരുദ്ധമായ യാതൊന്നുമില്ല. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോക്രിഫ പുസ്തകങ്ങൾ ദൈവവചനമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. 1546 ട്രെൻഡ് സുനഹദോസിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുന്ന സമയത്ത് അതിന് മുമ്പുള്ള പുസ്തകങ്ങൾ, അതായത് അപ്പോക്രിഫ പുസ്തകം എഴുതുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ പുസ്തകമായാലും അതല്ല പിന്നീട് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിലുള്ള പുസ്തകങ്ങളായാലും ശരി, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ പലതും അതിനകത്തുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ദൈവവചനമല്ല. കാരണം അബദ്ധമാണ്, ചരിത്രാബദ്ധങ്ങളാണ്. ഇപ്പോൾ നെബൂഖദ്നേസർ നിനവെ ഭരിച്ച രാജാവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ നിനവെ അല്ല, ബാബിലോൺ രാജാവായിരുന്നു. പക്ഷേ നിനവെ ഭരിച്ച രാജാവായിരുന്നാണ് അപ്പോക്രിഫ പുസ്തകങ്ങളിൽ കാണുന്നത്. അതേപോലെ ഉപദേശപരമായിട്ടുള്ള അബദ്ധങ്ങൾ, ഇപ്പോൾ പാപത്തിൻ്റെ പരിഹാരമാർഗം നമുക്കറിയാം, രക്തം ചുരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ അത് ആവർത്തിച്ച് പറയുന്നതാണ്. എന്നാൽ ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ പറയുന്നത് ദാനധർമ്മങ്ങൾ പാപത്തിന് മോചനമാകുന്നു എന്നാണ്. ദാനധർമ്മം പാപങ്ങൾക്ക് മോചനമാകുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഉപദേശപരമായിട്ടായാലും ചരിത്രപരമായിട്ടായാലും. പിന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് അതിനകത്തൊക്കെ ചിത്രീകരിക്കുന്നത്. സ്ത്രീകൾക്ക് ഒരവകാശവും കൊടുക്കരുതെന്നും, മാത്രമല്ല പാപത്തിൻ്റെ ഉത്തരവാദി സ്ത്രീകളാണെന്നും പറഞ്ഞ് സ്ത്രീകളെ തലയിൽ വെച്ചിരിക്കുക. ബൈബിൾ ഒരിക്കലും പാപത്തിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീയുടെ തലയിലല്ല പറയുന്നത്. ഏക മനുഷ്യനാൽ പാപം എന്ന് പറയുന്നത് ഏക മനുഷ്യൻ ആദാമാണ്, ആദാമിൻ്റെ മേലാണ് വയ്ക്കുന്നത്, സ്ത്രീയുടെ മേലല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ദൈവശ്വാസീയമായിട്ടുള്ള പുസ്തകമാണെന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യം എന്ത് ചെയ്യില്ല ഇവർ കാരണം അതിൻ്റെ പുറകിൽ ദൈവമാണല്ലോ. ദൈവം ആ പ്രവാചകന്മാരിലൂടെ ഇങ്ങനെ പറഞ്ഞു, വേറൊരാളിലൂടെ അതിന് വിരുദ്ധമായിട്ട് പറയിപ്പിക്കുമോ? അതൊരിക്കലും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരും, അതിനോട് ചേർന്ന് പോകും. പിന്നെ പുറകെ വരുന്ന പുസ്തകങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഇരിക്കും. ആ ലെവലിലാണ് പോകുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് വരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു അത് ദൈവമല്ല, അതിൻ്റെ പുറകിലുള്ളത് മനുഷ്യനാണ്, മാനുഷിക ബുദ്ധിയിൽ എഴുതിയിരിക്കുന്നതാണെന്നുള്ളതാണ്. പിന്നെ റബ്ബിമാർ വെച്ച, പഴയ നിയമത്തിന് റബ്ബിമാർ വെച്ച കുറേ ക്രൈറ്റീരിയകളുണ്ട്. അത് എബ്രായിൽ എഴുതപ്പെട്ടതായിരിക്കണം, അത് അവസാനത്തെ, അത് മലാക്കിക്ക് മുമ്പുള്ളതായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് റബ്ബിമാർ വെച്ച കുറേ ക്രൈറ്റീരിയകളുണ്ട്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ക്രൈറ്റീരിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഇതായിട്ട് കാണുന്നത് അതിന് മുമ്പുള്ള ഉപദേശ രൂപത്തോട് അനുരൂപപ്പെട്ട് വരുന്നത്, ആ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ആ എഴുത്തിനോട് അനുരൂപപ്പെട്ട് വരുന്നതായിരിക്കണം. പിന്നെ പുറകെ വരുന്ന ആളുകൾ ഇതിനോട് ചേർന്ന് തന്നെ എഴുതി അല്ലെങ്കിൽ പറയുകയും വേണം, അതിനോട് ചേർന്നായിരിക്കുകയും വേണം. ആ ലെവലിലാണ് ഞാനതിനെ കാണുന്നത്.